ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടാക്കിയത്. അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. പോലീസിന്റെ മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ കാര്യങ്ങൾ നീക്കുന്നത്. തെളിവുകൾ മുന്നിൽ വരുമ്പോൾ പോലീസിൻ്റെതായ നടപടികൾ സ്വീകരിച്ചു പോകും. അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നമസ്കാരം. കുറ്റവിമുക്തനാക്കപ്പെട്ടതോടെ തനിക്കെതിരെ നടന്നത് ഗൂഢാലോചനയാണെന്ന വാദമുയർത്തി നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് നടൻ ദിലീപ്. എന്നാൽ അതിജീവിതയ്ക്ക് പൂർണ്ണ നീതി ഉറപ്പാക്കാൻ വിധി പഠിച്ച ശേഷം തുടർ നീക്കങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് സർക്കാർ. കോടതി വെറുതെ വിട്ടതിന് പിന്നാലെ ദിലീപിനെ തിരികെ എടുക്കാൻ തീരുമാനിച്ച ഫെഫ്കയിൽ നിന്ന് രാജിവെച്ച് തന്റെ നിലപാടും പ്രതിഷേധവും ഭാഗ്യലക്ഷ്മി ഇന്ന് പരസ്യമാക്കി. അതിനിടെ ദിലീപിനെ പിന്തുണച്ച് പ്രതികരണം നടത്തിയ UDF കൺവീനർ അടൂർ പ്രകാശിന് KPCC ഇടപെട്ടതോടെ സ്വന്തം നിലപാടിൽ നിന്ന് മലക്കം മറിയേണ്ടിയും വന്നു. വിധിക്ക് ശേഷവും ദിലീപിനെ കേന്ദ്രീകരിച്ച് വിവാദങ്ങൾ പുകയുന്നത് എന്തുകൊണ്ട്? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഫെഫ്ക രൂപീകരിക്കുമ്പോൾ അവരോടൊപ്പം നിന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരുപാട് പ്രതീക്ഷകളോടുകൂടി തന്നെ ഞാൻ ആ ഫെഫ്കയിൽ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ കഴിഞ്ഞ ഇടക്കാലങ്ങളിൽ ഞാൻ തിരിച്ചറിഞ്ഞു, അവരും വേട്ടക്കാരോടൊപ്പം തന്നെയാണ്, അതിജീവിതമാരോടൊപ്പമല്ല എന്ന്. ഇനി മലയാള സിനിമയിൽ ഒരു സംഘടനയിലും ഞാൻ അംഗമല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അയാൾ വേട്ടയാടപ്പെട്ടു എന്നാണല്ലോ അയാളുടെ വികാരം. ഞാനിതിലൊരു കാഴ്ചക്കാരൻ മാത്രമാണ്, ഏതെങ്കിലും ഒരു പക്ഷത്തുള്ള ഒരാളല്ല. ദിലീപ് വേട്ടയാടപ്പെട്ടു എന്ന് അയാൾ കുറ്റവാളിയല്ല എന്ന് കോടതി പറയുമ്പോൾ അയാൾ കുറ്റവാളിയല്ലാതെ ശിക്ഷിക്കപ്പെട്ട ആളാണെന്നുള്ളൊരു വികാരം അയാൾക്കുണ്ടായാൽ അതിലെന്താ തെറ്റ്? എന്താണെങ്കിലും അവർക്ക് ഏറ്റവും വലിയ ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിധിയിൽ ഞാൻ സന്തോഷവാനാണ്. എൻകൗണ്ടറിൽ ഇന്ന് നമ്മുടെ അതിഥികൾ CPIM-ൽ നിന്ന് ശ്രീമതി ചിന്ത ജെറോം, കോൺഗ്രസിൽ നിന്ന് ശ്രീ രാജു P. നായർ, മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് അഡ്വക്കേറ്റ് T. അസഫ് അലി, നിർമ്മാതാവ് സഞ്ജീത് അദ്യാട്ട്, അതോടൊപ്പം തന്നെ ഇന്ന് നിലപാട് ഒരിക്കൽ കൂടി ആവർത്തിച്ച് വ്യക്തമാക്കിയ ചലച്ചിത്ര പ്രവർത്തക ശ്രീമതി ഭാഗ്യലക്ഷ്മി നമ്മുടെ പ്രത്യേക അതിഥിയാണ്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, എനിക്ക് ഓർമ്മയുണ്ട് ഈ സംഭവങ്ങളൊക്കെ നടന്ന ശേഷം അതിജീവിതയെ ആദ്യമായി ചെന്ന് കണ്ട അന്ന് നമ്മളൊരു അഭിമുഖത്തിനിരുന്നിരുന്നു. ഒരുപക്ഷെ ശ്രീമതി ഭാഗ്യലക്ഷ്മി ഓർക്കുന്നുണ്ടാകും. അന്ന് താങ്കൾ ഈ വിഷയത്തിൽ ഒരു പൊസിഷൻ, എന്താണ് താങ്കളുടെ നിലപാട് എന്ന് ആ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. പിന്നീട് അതേ നിലപാടിൽ തന്നെ അതേ ആർജവത്തോടുകൂടി ഇന്നലെ ഈ കേസിലെ 8ാം പ്രതിയായ നടൻ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ട വേളയിലും താങ്കൾ അതേ നിലപാട് ആവർത്തിക്കുന്നത് കണ്ടു. ഇന്നിപ്പോൾ ഫെഫ്ക എന്ന സംഘടനയിൽ നിന്ന് പ്രതിഷേധ സൂചകമായി താങ്കൾ രാജിവെക്കുകയും ഇനി ഒരു സിനിമാ സംഘടനകളിലും അംഗമാകില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന എല്ലാ പ്രതികരണങ്ങളിലും പൊതുവിൽ കണ്ട അതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞത് കോടതി ഒരു വിധി പറഞ്ഞിരിക്കുന്നു. ആ വിധിയിൽ നേരിട്ട് ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവർക്ക് അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ദിലീപ് ഗൂഢാലോചനയിൽ ഭാഗമായിരുന്നു എന്ന കാര്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല തെളിവുകളുടെ അഭാവത്തിൽ എന്നാണ്. അതുകൊണ്ട് ഈ എനിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്നൊരു വാദം മുന്നോട്ട് വയ്ക്കാൻ സ്വാഭാവികമായും ദിലീപിന് ഒരു അവകാശമുണ്ട് എന്നാണ്. പക്ഷെ ശ്രീമതി ഭാഗ്യലക്ഷ്മി, താങ്കൾ ഇന്നും ദിലീപിനെ കുറ്റാരോപിതൻ എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചത്. എന്തുകൊണ്ട്? ഇപ്പൊ ഇത് അദ്ദേഹത്തിനെതിരെ നടന്ന ഗൂഢാലോചനയാണ് എന്ന് ഇന്നല്ലായിരുന്നു പറയേണ്ടിയിരുന്നത്. ഈ അന്വേഷണം അദ്ദേഹം പ്രതിയായി ഈ 8 വർഷം കേസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പോലീസിന് ഒരു അപേക്ഷ കൊടുക്കണം. കൊടുക്കണമായിരുന്നു. എനിക്കെതിരെയും ഗൂഢാലോചന നടന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ 8 വർഷം ഒന്നും മിണ്ടാതിരുന്നിട്ട് പെട്ടെന്ന് കീഴ്ക്കോടതിയിൽ നിന്ന് ഒരു വിധി വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ബോധോദയം ഉണ്ടായത്? എനിക്കെതിരെയായിരുന്നു ഗൂഢാലോചന എന്ന്. അത് ആര് കൊടുക്കുന്ന ധൈര്യമാണ്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത്? അത് പറയുമ്പോ അതിലൊരു ഭീഷണിയുണ്ട്. ആ ഭീഷണി മഞ്ജു വാര്യർ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയാണ്. അകത്തു പോയ ആളല്ലായിരുന്നു വിധി കേട്ട ശേഷം അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ്. മാത്രമല്ല, ആദ്യം മുതലേ ഇവര് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ആളെ സാങ്കേതിക പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഞാൻ താങ്കളിലേക്ക് വരാം.
ശ്രീ അതെ, പറഞ്ഞോളൂ. സോറി. പറഞ്ഞോളൂ. അതായത് ആദ്യം മുതൽ തന്നെ ഇവർ ഈ കേസുമായി ബന്ധപ്പെട്ട് നിരന്തരം ഒരു പുനരന്വേഷണം വേണം എന്ന് പറയുമ്പോ ഉടനെ പുനരന്വേഷണം വേണ്ട, മെമ്മറി കാർഡ് ചോർന്നതുമായി ബന്ധപ്പെട്ട് അതിജീവിത പെറ്റീഷൻ മൂവ് ചെയ്യുമ്പോൾ മെമ്മറി കാർഡ് ചോർന്നത് പിന്നെ കോടതി എടുക്കരുത്. ഞാൻ ചോദിക്കട്ടെ, ഇദ്ദേഹം പ്രതി അല്ലെങ്കിൽ മെമ്മറി കാർഡ് ചോർന്ന വിഷയത്തിൽ ഇദ്ദേഹത്തെ പ്രതിയാക്കി ചേർത്തിട്ടില്ല, എന്നിട്ട് പോലും അദ്ദേഹം ആ കേസിൽ ഇടപെടുന്നു. പുനരന്വേഷണം വേണ്ട എന്ന് പറയുന്നു. ഇങ്ങനെ ഓരോ വിഷയത്തിലും എന്റെ അച്ഛൻ പത്തായത്തിനകത്തില്ല എന്ന് പറയുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ നടപടികളെല്ലാം തന്നെ. എന്തിന്? ആ സംഭവം നടന്ന റോഡിൽ കൂടി ഇദ്ദേഹം ആ ഇൻസിഡന്റ് റീക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം ഷൂട്ട് ചെയ്തു. കോടതി മൊബൈൽ ചോദിച്ചപ്പോ മൊബൈൽ കൊടുക്കില്ല, ഞാൻ ബോംബെയിൽ അയച്ച് ഞാൻ ഡിലീറ്റ് ചെയ്യും. ഇതൊക്കെ എന്തിന്റെ ലക്ഷണമാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അദ്ദേഹം തന്നെ ഓരോ ക്ലൂ ഇങ്ങോട്ട് ഇട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ തന്നെയാണ് യഥാർത്ഥ പ്രതി. ഇന്നലെ നിർമ്മാതാവ് സുരേഷ് കുമാർ പറയുന്ന കേട്ടു, പിന്നെ എന്താ കോടികൾ മുടക്കിയാണ് അയാൾ ഈ കേസ് നടത്തിയത്. എന്തിനാണ് കോടികൾ മുടക്കുന്നത്? ഈ കോടതി പിന്നെ എല്ലാവരും കോടികൾ മുടക്കിയാണ് ഇവിടെ കേസ് നടത്തുന്നത്. ഈ കോടികൾ മുടക്കുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? അതെല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ആദ്യം മുതൽ ഇയാളെ സംശയത്തിന്റെ നിഴലിൽ തന്നെ നിർത്തുന്നത്. പിന്നെ ഈ നമ്മൾ ഈ പ്രതികരിക്കുമ്പോ പലരും താഴെ വന്ന് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ദിലീപേട്ടനെതിരെ മാത്രം നിങ്ങൾ പ്രതികരിക്കുന്നു? മറ്റുള്ളവരാരും ഒന്നും മിണ്ടുന്നില്ല. എല്ലാവരും ഇറങ്ങാൻ വിടാതെ അവൾ ആ അപേക്ഷ അയച്ചാൽ, അവൾ ഈ അപേക്ഷ അയച്ചാൽ, അവൾ ആ ജഡ്ജിനെ മാറ്റണം എന്ന് പറയുമ്പോഴെല്ലാം അതിനെല്ലാം എതിർ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പിന്നെ എന്താ പറയാ തടസ്സം സൃഷ്ടിച്ചിട്ട് പിന്നീട് പറയണ എന്താണ്? ഈ കേസ് നീട്ടിക്കൊണ്ടുപോയത് അതിജീവിതയാണ്. ആരാണ് ഈ കേസ് നീട്ടിക്കൊണ്ടുപോയത്? അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യം ഇദ്ദേഹം തന്നെയാണ് ഇത് നടത്തിയതെന്നും ഇദ്ദേഹത്തിന്റെ സ്വാധീനവും പണവും നന്നായിട്ട് തന്നെ ഈ കേസിന് വേണ്ടി അദ്ദേഹം ചെലവാക്കിയിട്ടുണ്ട്. ശരി ശ്രീമതി ഭാഗ്യലക്ഷ്മി, അത് ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത്, നമ്മുടെ ഒരു വ്യവസ്ഥയ്ക്കകത്ത്, ഇപ്പോൾ നീതിന്യായ സംവിധാനങ്ങളിൽ നിന്ന് ഒരാൾ കുറ്റവിമുക്തനാക്കപ്പെട്ടു കഴിഞ്ഞാൽ അയാളെ പിന്നെ പ്രതിയായി നമുക്ക് കാണാൻ കഴിയില്ല. അതാണ് നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്തെ രീതിയും, അതാണ് കീഴ്വഴക്കവും, അതാണ് സാധാരണ നിലയിൽ ഉണ്ടാകാറുമുള്ളത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ദിലീപിനെ പുറത്താക്കിയ സംഘടനകൾ, ഇപ്പോൾ ഫെഫ്കെ ആകട്ടെ അല്ലെങ്കിൽ AMMA പോലെയുള്ള സംഘടനകളാകട്ടെ, ഏത് സംഘടനയായാലും അയാൾ കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു, കോടതി അയാൾ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതിൻ്റെ പേരിൽ ഇനി അയാൾക്ക് അയാൾക്ക് എന്തെങ്കിലും അയോഗ്യത ഉണ്ടെങ്കിൽ അത് നീങ്ങി ഇനി സ്വാഭാവികമായി സംഘടനകളിലേക്ക് തിരിച്ചു വരാം എന്നൊരു തീരുമാനം എടുക്കുന്നതിനെ താങ്കൾ എതിർക്കാൻ കാരണം എന്താണ്? ഒരു പ്രതിഷേധമാണല്ലോ ഫെഫ്കയിൽ നിന്ന് രാജിവെക്കാനുള്ള തീരുമാനം. എന്താ അതിന് കാരണം? ഗോപികൃഷ്ണൻ, ഇത് പരമോന്നത കോടതിയായിരുന്നോ? ഈ വിധി പ്രഖ്യാപിച്ചത് പരമോന്നത കോടതിയായിരുന്നോ? ഇതൊരു കീഴ്ക്കോടതിയാണ്. ഈ കോടതി ഇവിടെ നിന്ന് ഈ ട്രയൽ മുഴുവൻ കഴിഞ്ഞ് അവർ പ്രഖ്യാപിക്കുമ്പോഴാണ്, അവർ വിധി പ്രഖ്യാപിക്കും, അതിനുശേഷമാണ് ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ മാത്രമേ ഒരാൾ കുറ്റവിമുക്തനാകുന്നുള്ളൂ. ആർക്കാണ് ഇത്ര ധൃതി? ആർക്കാണ് ഇദ്ദേഹത്തെ, ഞാൻ ചോദിക്കട്ടെ, ഇയാളെ കെട്ടിപ്പിടിച്ച് വാരിപ്പുണർന്ന് ഇത്രയും ഇയാളെ ഞങ്ങൾ തിരിച്ചെടുക്കുന്നു എന്ന് പറയുന്നവരാരും അവളോടൊപ്പം ഉണ്ടായിരുന്നില്ലല്ലോ, അവളെ ഒന്ന് കാണാൻ പോയില്ലല്ലോ, അവളോടൊരു ആശ്വാസ വാക്ക് പറഞ്ഞില്ലല്ലോ. അപ്പോ ആരോടൊപ്പമാണ് ഇവർ സഞ്ചരിക്കുന്നത്? വേട്ടക്കാരനോടൊപ്പമാണ് അതാണ് എന്റെ പ്രതിഷേധം. ഇവരിൽ ഒരാള് പോലും, ഒരു സംഘടനയിലെയും ഒരാൾ പോലും അവളെ കാണാനോ അവളെ ഒന്ന് വിളിക്കാനോ, ഇന്നലെ അവളോട് വിധി വരുന്ന ദിവസം നീ സമാധാനമായിരിക്കെ എന്നൊരു വാക്ക് ഒരു ആൺ പെൺ ഒരാൾ പോലും അവളെ വിളിച്ചിട്ടില്ല, ഒരു സംഘടനയിലെയും. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അവളോടൊപ്പം മാത്രമേ നിൽക്കാൻ സാധിക്കൂ, മരണം വരെയും. ഈ കേസ് ഇനി എന്ത് അവസാനത്തെ കോടതി പോകുന്നത് വരെയും അവളോടൊപ്പം നിൽക്കാൻ മാത്രമേ എനിക്ക് സാധിക്കൂ. ശരി ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഒരു നിമിഷം ഞാൻ വരാം. ശ്രീ സജി നന്ദിയാട്ട്, ഇപ്പോൾ ശരിയാണ്, നമ്മൾ ഈ നടിയെ ആക്രമിച്ച കേസ് വിഷയം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിതിരിഞ്ഞ് പരസ്പരം പോരടിച്ചിട്ടുണ്ട്. ദിലീപിനെ അനുകൂലിക്കുന്നവരും ദിലീപിനെ എതിർക്കുന്നവരും എന്ന നിലയിൽ
ഈ വാദഗതികളൊക്കെ മാറിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് ദിലീപിനെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒഴിവാക്കിക്കൊണ്ട് കുറ്റവിമുക്തനാക്കിക്കൊണ്ടൊരു വിധി വന്നിരിക്കുന്നു. പക്ഷേ ശ്രീമതി ഭാഗ്യലക്ഷ്മിയെ പോലുള്ളവർ പറയുന്നു അപ്പോഴും അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കപ്പെട്ടു അല്ലെങ്കിൽ പൂർണ്ണമായും ആ നീതി ഉറപ്പാക്കപ്പെട്ടു എന്നൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. സംസ്ഥാന സർക്കാരിൻ്റെയും നിലപാട് അത് തന്നെയാണ്. അതുകൊണ്ടാണ് അവർ അപ്പീൽ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനെ എനിക്കെതിരെ ഒരു ഗൂഢാലോചന നടന്നു, ഞാൻ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധിക്കാൻ ദിലീപിന് കഴിയുമോ? പിന്നെ ഫെഫ്കെ അടക്കമുള്ള സംഘടനകളിലേക്ക് ദിലീപിനെ വിശുദ്ധനായി കണ്ടുകൊണ്ട് തിരികെ കയറ്റാനുള്ള തീരുമാനം അത് അന്തിമമായ വിധി വന്ന ശേഷം മതി, ഇനിയും മേൽക്കോടതികളുണ്ട്, ഇനിയും കാര്യങ്ങൾ പരിശോധിക്കപ്പെടാനുണ്ട് എന്ന ഇവരുടെ നിലപാടുകളെ, അവരുടെ തീരുമാനങ്ങളെ താങ്കൾ എങ്ങനെ കാണുന്നു? അല്ല, ശ്രീമതി ഭാഗ്യലക്ഷ്മി ഇപ്പോൾ രാജിവെച്ച് പോകില്ല എന്നുള്ള മലയാള സിനിമയിൽ അത് ബാധിക്കുന്ന കാര്യമല്ലേ? ഇപ്പം ഞാൻ രാജിവെച്ച് പോയാലും മലയാള സിനിമയ്ക്കൊന്നുമില്ല, വലിയൊരു പക്ഷി അതിനൊരു ചെറിയ തൂവല് കുടഞ്ഞു പോകുന്നു, അത്രയേ ഉള്ളൂ. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഈ രാജ്യത്തിൻ്റെ നിയമം അനുസരിക്കാൻ നമ്മളെല്ലാം ബാധ്യസ്ഥരാണ്. ഈ രാജ്യത്തിന് നിയമം അനുസരിക്കാൻ പറ്റാത്തവർ ഈ രാജ്യം വിട്ടു പോകണം. നമുക്കറിയാം നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണെന്ന് ഗോപികൃഷ്ണൻ പറഞ്ഞു. ജനാധിപത്യ രാജ്യത്ത് 3 ഓർഗാനുണ്ട്. ജുഡീഷ്യറി ഉണ്ട്, ലെജിസ്ലേച്ചർ ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്. ഇവിടുത്തെ അവസാന വാക്ക് ജുഡീഷ്യറിയാണ്. ഒരാൾ കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ജുഡീഷ്യറിയാണ്, മാധ്യമങ്ങളല്ല, ഇവിടുത്തെ വ്യക്തികളല്ല. അതിനാണ് ജുഡീഷ്യറി സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ജുഡീഷ്യറി സംവിധാനത്തിൽ കീറി അവരെ പരിശോധിച്ചിട്ട് 1 ഇഞ്ച് പോലും, ഒരു ചെറിയ കണിക പോലും ഇയാളുടെ മേൽ സംശയത്തിൻ്റെയോ ഗൂഢാലോചനയുടെയോ പങ്കില്ല എന്ന് തെളിയിച്ചുകൊണ്ട് അയാളെ വെറും നിരപരാധിയായി പറഞ്ഞയച്ചിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ ഇനി അപ്പീൽ പോകുക, പൊക്കോ. അത് ദിലീപ് CBIയിലേക്ക് പോകുന്നുണ്ട്, യു വെയിറ്റ്. അതിനുശേഷം ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോയിട്ട് വരും. അന്നേരം ദിലീപിനൊരു 80 വയസ്സാകും. അതുവരെ ദിലീപ് സംഘടനകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടണം. ഇത് തന്നെയായിരുന്നു ഇവരുടെയൊക്കെ ഉദ്ദേശം. ദിലീപിനെ ഇല്ലാതാക്കുക. ദിലീപ് എന്ന വ്യക്തി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വ്യക്തമായിട്ടും ഇയാളെ ഇല്ലാതാക്കണം. ഇയാളോട് പേഴ്സണൽ ഗ്രഡ്ജാണ്, ഇയാളെ തീർക്കണം, ഇയാളെ വെച്ച് പറപ്പിക്കില്ല. അത് എന്ത് ഫെമിനിസമാണ്? ഫെമിനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വാലിറ്റിയാണ്, ആണും പെണ്ണും തമ്മിൽ. ഇത് സൂഡോ ഫെമിനിസമാണ്. ഒരാളുടെ മേൽ എന്ത് ചെയ്യുകയാണ്? ഒരാളോട് ദേഷ്യമാണ്. ഇയാളെ താഴെ ഇറക്കണം. ഇയാൾ വലിയവനായി, ഇയാൾ വലിയ നടനാണ്, ഇയാളുടെ സാമ്പത്തികമുണ്ട്, ഇയാൾക്ക് പത്രാസുണ്ട്, എന്നാൽ ഇവനെ ഒന്ന് നിലത്തിട്ട് ചവിട്ടി കൂട്ടി ഇവനെ അങ്ങ് തീർത്ത് കളയാം എന്നതാണ് സൂഡോ ഫെമിനിസം. ഫെമിനിസം കണ്ടുപിടിച്ചത് തന്നെ എല്ലാവർക്കും ആണും പെണ്ണും തമ്മിൽ. അതാണ് വിദേശ രാജ്യങ്ങളിൽ. ഇവിടെ നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ കലിപ്പം തീർക്കണം. ദിലീപ് നിരപരാധിയാണെന്ന് 2000 പേജുള്ള ഇതിലൂടെ വർഷങ്ങൾ നീണ്ട ലീഗൽ പ്രൊസീഡിങ്സിലൂടെ ഒരു കോടതി നിഷ്പക്ഷമായി കണ്ടെത്തിയിരിക്കുക. ഒരു കണിക പോലും, ഒരു പൊടി പോലും ശ്രീ സജി നന്ദിയായിട്ട് 2 കാര്യങ്ങൾ താങ്കൾ ഈ നിയമ സംവിധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചത് കൊണ്ട് ഞാൻ ഇടപെട്ട് പറയുകയാണ്. 2 കാര്യങ്ങൾ. ഒന്ന്, ദിലീപ് അടക്കമുള്ള മറ്റ് വെറുതെ വിട്ട പ്രതികളുടെ കാര്യത്തിൽ എന്താണ് കോടതി കണ്ടെത്തിയത് എന്ന കാര്യം വിധിപ്പകർപ്പ് ഈ 12-ാം തീയതി ശിക്ഷ വിധിച്ച ശേഷം അതിനോടൊപ്പം വരുന്ന വിധിപ്പകർപ്പ് വിശദമായി പഠിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാകൂ. വെറുതെ വിട്ടു എന്നൊരു പ്രയോഗം താങ്കൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ താങ്കളെ ഒന്ന് തിരുത്തുകയാണ്. പിന്നെ 2ാമത്തെ കാര്യം, കള്ളക്കേസ് കെട്ടിച്ചമച്ചു, തെളിവുകളില്ല എന്ന് പറയുമ്പോൾ ഈ കേസിലെ FIR ക്വാഷ് ചെയ്യാൻ വേണ്ടി ദിലീപ് ഹൈക്കോടതിയിൽ പോയിരുന്നു. അത് താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ, അന്ന് ഹൈക്കോടതി എന്താണ് പറഞ്ഞതെന്ന്. പിന്നെ ഒരു കുറ്റപത്രം ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഒരു തെളിവുമില്ലാത്തൊരു കേസാണെങ്കിൽ ആ കുറ്റപത്രം ക്വാഷ് ചെയ്യാനും കോടതിയെ സമീപിക്കാവുന്നതാണ്. അതും ഉണ്ടായിട്ടില്ല. അപ്പോൾ FIR ക്വാഷ് ചെയ്യാൻ വേണ്ടി പോയി, അത് ഹൈക്കോടതി സമ്മതിച്ചില്ല. കുറ്റപത്രത്തിൻ്റെ കാര്യത്തിൽ തീരുമാനവും എടുത്തിട്ടില്ല. പിന്നെ ഒരു തെളിവുമില്ലാതെ വെറുതെ വിട്ടു എന്ന് എന്ത് ആധികാരിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ശ്രീ സജി നന്ദിയാട്ട് താങ്കൾ പറഞ്ഞത്? യെസ്, ഈ ക്വസ്റ്റ്യൻ ഗോപികൃഷ്ണൻ ചോദിച്ചാൽ ഞാൻ ഒന്ന് കൈയടിക്കുക. ദിലീപ് തൻ്റെ കേസ് സ്കാഷ് ചെയ്യാൻ കോടതിയെ സമീപിച്ചു, കറക്റ്റ്. അപ്പോ കോടതിയിൽ പ്രതിഭാഗം പബ്ലിക് പ്രോസിക്യൂട്ടർ കൊടുത്ത വാദം എന്താണ്? പറയൂ ഗോപികൃഷ്ണൻ, നിങ്ങളെ കണ്ണടച്ചിരുട്ടാക്കല്ലേ. അവർ പറയുന്നത് എന്താണ്? ഇയാളുടെ സ്കാഷ് ചെയ്യാൻ പാടില്ല, ഇയാളുടെ കേസ് റദ്ദ് ചെയ്യാൻ പാടില്ല, കാരണം ഇപ്പോഴും ഞങ്ങൾ തെളിവ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വെറുതെ വെടിപൊട്ടിക്കല്ലേ. നിയമം അറിയാവുന്നവർ ഈ ചർച്ച കേൾക്കുന്നുണ്ടെങ്കിൽ അവർ പറയട്ടെ ശരിയാണോ തെറ്റാണോ എന്ന്. ഇതാ സ്കാഷ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ഈ കേസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ ഏത് കോടതിക്കാണ് ഈ കേസ് സ്കാഷ് ചെയ്യാൻ പറ്റുന്നത്?
ഇന്നലെ പല ചാനലിലും നിയമവിദഗ്ധരെന്ന് പറയുന്നവർ ദിലീപിനെ തൂക്കിക്കൊല്ലണമെന്ന് ആഗ്രഹിച്ച മാനസികാവസ്ഥ വർഷങ്ങളായി ദിലീപിനെതിരെ ചർച്ചയിൽ പങ്കെടുത്തവർ മാത്രം അണിനിരന്നുകൊണ്ട് സംസാരിക്കുകയാണ്. അവർ പ്രതീക്ഷിച്ച വിധി വന്നില്ലെങ്കിൽ കോടതി മഹാമോശം. 1 മുതൽ 6 വരെ പ്രതികളെ ശിക്ഷിച്ചു, കോടതി അടിപൊളി. 6 മുതൽ 10 പ്രതികളെ വെറുതെ വിട്ടു, കോടതി എന്നാ മോശമാ. തെളിവില്ലാത്ത ഒരാളെ ശിക്ഷിക്കണോ? നിങ്ങൾ കൊടുത്ത തെളിവ് എന്താണെന്ന് ഭാഗ്യലക്ഷ്മിയോട് ഞാൻ ചോദിക്കുന്നത് വളരെ ബഹുമാനത്തോടെ. ഈ കോടതിയിൽ കൊടുത്ത തെളിവുകളെ കുറിച്ച് ഭാഗ്യലക്ഷ്മിക്ക് അറിയില്ല, എനിക്കറിയില്ല. എനിക്കൊരു കാര്യം അറിയാം, കോടതി വെറുതെ വിട്ടെങ്കിൽ കോടതി എന്തുകൊണ്ട് വെറുതെ വിട്ടു എന്ന് വ്യക്തമായി എനിക്കറിയാം. എന്താ കാരണം? തെളിവുകളില്ല എന്ന് പറഞ്ഞാൽ ഇയാൾ തികച്ചും നിരപരാധിയാണ്. ഇയാൾക്കെതിരെ ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്ന് അയാൾ തന്നെ പറയുക, നമ്മളല്ല പറഞ്ഞത്. ആ ഗൂഢാലോചന ഇന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ടെന്നും ഇന്ന ആൾക്കാരുണ്ടെന്നും അയാള് വരികൾക്കിടെ നമ്മൾ പറഞ്ഞു തരിക. അയാൾ നമ്മൾ പറഞ്ഞ ഇന്നുകൊണ്ട് ഇത് നേരം വിളിക്കില്ല. ഗോപികൃഷ്ണൻ, ഐ ബെറ്റ് യു CBI അന്വേഷണം ഇവിടെ വരും. CBI അന്വേഷണം വരുമ്പോൾ ഇതിന്റെ എല്ലാ കോൺസ്പിറസിയും നമ്മളിപ്പോൾ വെറുതെ നമ്മളിപ്പോ ഇതുകൊണ്ടൊന്നും ഇന്റർവെല് പോലും ആയിട്ടില്ല. ഇതിന്റെ CBI അന്വേഷണം വരും. ഇതിനെതിരെ ഈ കള്ളക്കേസ് ചമച്ചവർ എല്ലാം ഇതിന് ഉത്തരം പറയും. ഏതായാലും താങ്കൾ ഈ നടത്തിയ പരാമർശങ്ങൾക്ക് ശ്രീമതി ഭാഗ്യലക്ഷ്മിക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കണം. പക്ഷെ താങ്കൾ ഇതിനകത്തൊരു വെല്ലുവിളി നടത്തിയത് നിയമം അറിയുന്നവർ പറയട്ടെ എന്നാണ്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് ആയിരുന്ന അഡ്വക്കേറ്റ് T അസഫ് അലി സാർ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉണ്ട്. അസഫ് അലി സാർ, 2 കാര്യങ്ങളാണ്. ഒന്ന്, ദിലീപ് മറ്റൊരു നിയമ നടപടിക്ക് തയ്യാറായി നിൽക്കുകയാണ്. തനിക്കെതിരെയാണ് ഗൂഢാലോചന നടത്തിയത്. അതിൽ കേരളത്തിലെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും അവർ തെരഞ്ഞെടുത്ത, ഞാൻ ദിലീപിന്റെ അതേ വാചകങ്ങൾ പറയുകയാണ്, അവർ തെരഞ്ഞെടുത്ത ക്രിമിനൽ പോലീസുകാരും ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയാണ് ഈ കേസിലേക്ക് എത്തിച്ചതെന്നാണ്. നേരത്തെ ശ്രീമതി ഭാഗ്യലക്ഷ്മി പറഞ്ഞതുപോലെ ദിലീപിന്റെ മുൻ ഭാര്യയായ മഞ്ജു വാര്യരെ കുറിച്ചുള്ള പരാമർശവും ദിലീപിന്റെ പ്രതികരണത്തിലുണ്ടായിരുന്നു. എന്ത് നിയമ നടപടിയെ കുറിച്ചായിരിക്കും ദിലീപ് പറഞ്ഞിട്ടുണ്ടാവുക? അതിന്റെ സാധ്യതകൾ എന്താണ്? രണ്ടാമത്തെ കാര്യം, ഇവിടെ ശ്രീമതി ഭാഗ്യലക്ഷ്മി പറഞ്ഞു പരമോന്നത നീതിപീഠത്തിൽ നിന്നുള്ള ഒരു വിധിയല്ല വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഈ വിധിയെ അന്തിമ വിധിയായി കാണാൻ കഴിയില്ല എന്ന്. താങ്കൾ എങ്ങനെ കാണുന്നു ആസഫ് അലി സാർ ഈ വാദങ്ങളെ? ഈ കൺവിക്ഷനും എക്വിറ്റലും തെളിവുകൾ എങ്ങനെ വിലയിരുത്തി എങ്ങനെയാണ് അതിൻ്റെ ഫൈൻഡിങ് എന്ന് നമ്മൾ ഇനിയും അറിഞ്ഞിട്ടില്ല. നമുക്കൊരു കാര്യം അറിയാം, 1 മുതൽ 6 വരെ പ്രതികളെ ശിക്ഷിച്ചു, ബാക്കിയുള്ളവരെ വെറുതെ വിട്ടു. അപ്പോൾ ഈ ചർച്ച സജീവമായത് എന്ന് പറയുന്നത് ഈ കേസിലെ സാധാരണ ഒരു അബ്ഡക്ഷൻ, തട്ടിക്കൊണ്ടുപോകൽ, ഗാങ് റേപ്പ് കേസിൽ നിന്ന് വ്യത്യസ്തമായ ചില സവിശേഷതകളാണ്. ഇന്നലെ നമ്മൾ 2-3 ചർച്ചയിൽ ഞാൻ ഈ കാര്യം പറഞ്ഞതാണ്. ആ ഒരു സവിശേഷതകളുടെ വെളിച്ചത്തിലാണ് ഈ 6ാം പ്രതിയെ വെറുതെ വിട്ട നടപടി നിയമപരമായി ശരിയല്ല എന്ന് പറയാൻ കാരണം ഒരു കോടതിയുടെ വിധി വന്നു കഴിഞ്ഞാൽ 6ാം പ്രതിയല്ല സർ, 8ാം പ്രതി. 8ാം പ്രതി സർ, 8ാം പ്രതി. അതന്നെ 7 മുതൽ 10 വരെയുള്ള പ്രതികൾ. 7, 8, 9, 10 പ്രതികൾ. അപ്പോൾ ഒരു ട്രയൽ കോടതിയുടെ വിധി ഒരിക്കലും ഫൈനലല്ല. അതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ സൂര്യനെല്ലി ഗാങ് റേപ്പ് കേസ്. ഞാൻ DGP ആയിരിക്കുന്ന കാലത്താണ് ഹൈക്കോടതിയിൽ അത് 2ാം തവണ വാദം കേൾക്കേണ്ടി വന്നത്. ആ കേസിൽ ഇതിന് നേരെ വിപരീതമായിരുന്നു. മുഴുവൻ പ്രതികളെയും രണ്ട് പേരെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും കീഴ്ക്കോടതി ശിക്ഷിച്ചു. ഹൈക്കോടതിയിലെത്തിയപ്പോൾ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു, എക്സെപ്റ്റ് 1 അക്യൂസ്ഡ്. പ്രൈം അക്യൂസ്ഡ് എന്ന് പറയുന്ന ഒരാളെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും വെറുതെ വിട്ടു. അത് സുപ്രീം കോടതിയിലെത്തിയപ്പോൾ ഡൽഹി നിർഭയ കേസിൻ്റെ ആ പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതി പറഞ്ഞു ഹൈക്കോടതിയുടെ വിധി തെറ്റാണ്, ഇതൊന്ന് പുനർവാദത്തിന് ഹൈക്കോടതിക്ക് വീണ്ടും തിരിച്ചയച്ചു. അപ്പോൾ പുനർവാദത്തിന് വന്നപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്ന് പറയുന്നത് ഹൈക്കോടതി മുഴുവൻ ഒരാളെ ഒഴിച്ച് ബാക്കി മുഴുവൻ ആളുകളെയും വെറുതെ വിട്ട ഫൈൻഡിങ്സ് ഹൈക്കോടതിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആ വിധിയാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. അവസാനം ഹൈക്കോടതി 9 മാസത്തെ നീണ്ട വാദത്തിന് ശേഷം ഇതിലെ 3 പേരൊഴിച്ച് ബാക്കി എല്ലാ പ്രതികളെയും ശിക്ഷിച്ചു. അപ്പോൾ ട്രയൽ കോടതിയുടെ വിധി ഫൈൻഡിങ് അതൊരിക്കലും ഫൈനലല്ല. ഹൈക്കോടതിയിൽ സമീപിക്കാം, ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിലെത്താം. അതാണ് നമ്മുടെ ഈ ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ ഒരു ഭംഗി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഒരു കറക്റ്റീവ് മെഷേഴ്സാണ്. ഇപ്പോൾ സബ് കോടതി ഒരു വിധി പറയുന്നു, ജില്ലാ കോടതിയും ഹൈക്കോടതിയും അത് തിരുത്തുന്നു തെറ്റാണെങ്കിൽ,
അത് ശരിയാണെങ്കിൽ അത് ശരിവെക്കുന്നു. ഹൈക്കോടതി വിധി പറയുന്നു. ആ ഹൈക്കോടതി വിധി ചിലപ്പോൾ സിംഗിൾ ജഡ്ജും ഡിവിഷൻ ബെഞ്ചും കേൾക്കേണ്ട സിവിൽ നേച്ചറായ കേസാണെങ്കിൽ ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ജഡ്ജിൻ്റെ വിധി തിരുത്തുന്നു. അത് കഴിഞ്ഞ് സുപ്രീം കോടതിയിലെത്തിയപ്പോൾ സുപ്രീം കോടതി ഹൈക്കോടതി വിധി തെറ്റാണെങ്കിൽ തിരുത്തുന്നു. ഇനി സുപ്രീം കോടതിക്ക് തന്നെ വിധി തെറ്റുപറ്റുന്നു. സുപ്രീം കോടതി തന്നെ അത് റിവ്യൂ ജൂറിസ്ഡിക്ഷൻ വെച്ച് അത് തിരുത്തുന്നു. നമ്മുടെ സുപ്രീം കോടതി 1950 ആരംഭിച്ച ആദ്യത്തെ സുപ്രധാനമായ വിധി സുപ്രീം കോടതിയുടെ തെറ്റിപ്പോയതാണ്. 28 കൊല്ലത്തിന് ശേഷമാണ് സുപ്രീം കോടതി പറഞ്ഞത് ഞങ്ങൾ എഴുതിയ ആദ്യത്തെ വിധി തെറ്റിപ്പോയിരിക്കുന്നു, AK ഗോപാലനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള കേസ്. എന്നിട്ട് സുപ്രീം കോടതി മനേകാ ഗാന്ധി കേസിലാണ് AK ഗോപാലൻ്റെ വിധി തിരുത്തി, ആ കേസ് തിരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വിധി എഴുതി നിയമം പുതിയ ഒരു നീതിശാസ്ത്രം നമ്മുടെ രാജ്യത്തുണ്ടായത്. അപ്പോൾ കോടതി ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തിരുത്താം. നമ്മളിപ്പോൾ കീഴ്ക്കോടതി വിധി കേട്ട് നമ്മൾ അപ്പീൽ ഫയൽ ചെയ്യുമ്പോൾ പറയുന്നത് എന്താണ്? ട്രയൽ കോർട്ട് കമ്മിറ്റഡ് സീരിയസ് എറർ എന്നും പറഞ്ഞിട്ടാണ് അപ്പീൽ തന്നെ ഫയൽ ചെയ്യുന്നത്. കീഴ്ക്കോടതി ഗുരുതരമായ വീഴ്ചകൾ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അപ്പീൽ ഫയൽ ചെയ്യുന്നത്. ഈ കേസിൽ ഈ കോടതിയുടെ ഫൈൻഡിങ്സ് കാണുന്നതിന് മുമ്പ് പൊതുസമൂഹം ചർച്ചയിലേക്ക് എത്തിയ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും അറിയുന്നൊരു കാര്യം വിധിയിൽ കൂടി മറ്റൊരു രീതിയിലാണ് കോടതി കണ്ടെത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണമായി 8ാം പ്രതിയും 1ാം പ്രതിയും തമ്മിൽ യാതൊരു പരിചയവുമില്ല എന്നാണ് 8ാം പ്രതിയുടെ ഒരു വാദം. അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നിരവധി തെളിവുകൾ അണിനിരത്തിയിരിക്കുകയാണ്. അല്ലാതെ തന്നെ 8ാം പ്രതിയും 1ാം പ്രതിയും തമ്മിലുള്ള സൗഹൃദം കാണിക്കുന്നതിന്. അപ്പോൾ പൊതുസമൂഹത്തിന് മുമ്പിൽ 8ാം പ്രതിയും 1ാം പ്രതിയും തമ്മിൽ ബന്ധമില്ല എന്ന ഡിഫൻസിൻ്റെ പ്രതിഭാഗത്തിൻ്റെ വാദം ശരിവെച്ചുകൊണ്ടാണല്ലോ ഈ ഗൂഢാലോചനക്ക് 8ാം പ്രതിക്ക് പങ്കില്ല എന്ന് വിധി എഴുതിയിട്ടുണ്ടായിരിക്കുക. 12ാം തീയതിയാണ് വിധിയുടെ വിശദാംശങ്ങൾ നമ്മുടെ മുമ്പിൽ വരികയുള്ളൂ. അപ്പോൾ ഇങ്ങനെ പരസ്പരം വിരുദ്ധമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നിരവധി വിഷയങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഒരു ഗ്യാങ് റേപ്പ് എന്ന് പറയുന്നത് സ്വകാര്യമായി ചെയ്യുന്ന ഒരു ക്രൈമാണ്. ഏത് റേപ്പും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അത് രഹസ്യമായി ചെയ്യേണ്ട ഒരു ക്രൈമാണ്. അപ്പോൾ ആ രഹസ്യമായി ചെയ്യേണ്ട ഒരു ക്രൈം അത് വീഡിയോയിൽ പകർത്തി അത് വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നു, അവിടെ നിന്ന് അവർ കാണുന്നു. അപ്പോൾ സ്വാഭാവികമായി അതിലൊരു തേർഡ് പേഴ്സൺ ഉണ്ട് എന്ന ഒരു നിഗമനത്തിലാണ് നമ്മളെല്ലാം എത്തുന്നത്. അപ്പോൾ അതൊരു മിയർ റേപ്പ് അല്ല, അതൊരു ഒരു ഗ്യാങ് റേപ്പ് അല്ല, ഒരു അബ്ഡക്ഷൻ മാത്രമല്ല ഈ 1 മുതൽ 6 വരെ പ്രതികൾക്ക് ഈ വിക്ടിമിനോട് അങ്ങനെ അറിയപ്പെടുന്ന ഒരു വിദ്വേഷത്തിൻ്റെ കാരണവും പ്രതിഭാഗം തന്നെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നമുക്ക് ആർക്കും അറിയില്ല. തെളിവുകൾ പ്രോസിക്യൂഷൻ നിരത്തിയപ്പോഴും അങ്ങനെ ഒരു വൈരാഗ്യ ബുദ്ധിയിൽ അവരെ തട്ടിക്കൊണ്ടുപോയി അവരെ ആക്രമിക്കുക എന്ന ഒരു ലക്ഷ്യത്തിന് ഒരു വൈരാഗ്യം പ്രോസിക്യൂഷന് നിരത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെ പ്രോസിക്യൂഷൻ്റെ ഒരു കേസില്ല, അങ്ങനെ ഡിഫൻസിൻ്റെ ഒരു കേസില്ല. ഇങ്ങനെ പരസ്പരം വിരുദ്ധമായി പൊതുസമൂഹത്തിന് അറിയുന്ന ചില വിഷയങ്ങൾ നിരാകരിച്ചു കൊണ്ടായിരിക്കുമല്ലോ വിചാരണ കോടതി 8ാം പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നത് എന്ന നിഗമനത്തിലാണ് വിധി പുറത്തു വരുന്നതിന് മുമ്പ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യം, നിയമ നടപടിക്ക് ഒരുങ്ങുന്നു. എനിക്കറിയില്ല ഏത് കോണ്ടെക്സ്റ്റിലാണ്, എനിക്ക് ചിരി വന്നുപോയി. കാരണം ഒരു കേസ് അന്തിമമായി വിധി വന്നാൽ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഉദാഹരണമായി നമ്മളെ തിരുവനന്തപുരത്തെ ഒരു മുൻ മന്ത്രിയുടെ പേരിലൊരു കേസ് വന്നു. അദ്ദേഹം ഒരു വ്യാജ രേഖ, അതായത് കോടതിയിൽ നിന്ന് എടുത്ത ഒരു മുതൽ അതിൻ്റെ സൈസ് മാറ്റി ഹാജരാക്കി ഒരു പ്രതിയെ വിടിപ്പിച്ചു കൊടുത്തു. ഇപ്പം കോടതിയിൽ ഒരു വ്യാജ രേഖ ഹാജരാക്കി, അങ്ങനെ എന്തെങ്കിലും ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ അത് എഗ്രീവ്ഡ് പാർട്ടിക്ക് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം, ഇത് വ്യാജരേഖയാണ്, ഇതിലൊരു നടപടിയെടുക്കണം. അതാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് തിരുവനന്തപുരത്തെ കേസിൽ. ഇവിടെ 8ാം പ്രതിയെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത് 1ാം പ്രതി എഴുതി എന്ന് പറയുന്ന 2 കത്തുകളാണ്. അതായത് കൊട്ടേഷൻ്റെ സംഖ്യക്ക് ബാക്കി ചോദിച്ചു. അപ്പോൾ ഡിഫൻസ് ആ കേസ് വ്യാജരേഖയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി ചിലപ്പോൾ 8ാം പ്രതിക്ക് ചോദിക്കാം, എനിക്കെതിരെ ഒരു വ്യാജരേഖയാണ് ഇവിടെ ഹാജരാക്കിയത്, 1ാം പ്രതി എഴുതിയതല്ല, 1ാം പ്രതിയുടെ പേരിൽ ഒരു വ്യാജരേഖ എഴുതി എന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണ്.
അപ്പം വ്യാജരേഖ ഉണ്ടാക്കി കോടതിയിൽ ഹാജരാക്കുന്നത് ഒരു കുറ്റമാണ്. അത് കോടതി തന്നെ സുവമോട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഹർജി കൊടുത്താൽ കോടതിയുടെ ഓഫീസർ തന്നെയാണ് അതിൽ പരാതിക്കാരൻ. ഇതിൽ 8-ാം പ്രതി പറഞ്ഞ മാതിരി 8-ാം പ്രതി അല്ല അതിൽ എഗ്രീവ്ഡ് പേഴ്സൺ. കാരണം ജുഡീഷ്യൽ പ്രോസസ്സിനെ, നമ്മുടെ നീതി നിർവഹണ പ്രക്രിയയെ തെറ്റായ രീതിയിൽ നയിക്കാൻ പാകത്തിൽ കോടതിയെ കൊണ്ട് തെറ്റായ ഒരു വിധി ഉണ്ടാക്കാൻ വേണ്ടി ഒരു വ്യാജരേഖ ഉണ്ടാക്കി കോടതിയിൽ കൊടുക്കുന്നതാണ്. അതിൽ പരാതിക്കാർ കോടതിയുടെ ചീഫ് ഓഫീസറാണ്. തിരുവനന്തപുരത്തെ കേസിൽ സംഭവിച്ചത് അതാണ്. ഒരു മയക്കുമരുന്ന് കേസിൽ ഹാജരാക്കിയിരിക്കുന്ന ഒരു മെറ്റീരിയൽ ഓബ്ജക്റ്റിൽ തിരിച്ചു വാങ്ങി അത് മുറിച്ചു, സൈസ് കുറച്ചു, അത് ഈ സാധനം ഇന്നതാണെന്ന് പറഞ്ഞ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഹാജരാക്കിയതിൻ്റെ പേരിലാണ് ഇപ്പോൾ കോടതി തന്നെ പരാതിക്കാരനായി നടപടി വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ട്രയൽ കോടതി വിചാരണ കഴിഞ്ഞ് അദ്ദേഹത്തെ വെറുതെ വിട്ട പിറ്റേ ദിവസം തന്നെ എന്നെ കേസിൽ കള്ളക്കേസിൽ കുടുക്കിയതാണ്, ഗൂഢാലോചനക്ക് കേസ് വരുന്നു എന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു നിയമ നടപടി ഉണ്ടാവുമെന്ന് എൻ്റെ പരിമിതമായ നിയമപരിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു സ്കോപ്പില്ല. ഓക്കെ, അസഫ് അലി സാർ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സജി നന്ദിയായിട്ട് ഞാൻ കണ്ടു താങ്കൾ കൈ ഉയർത്തിയത്. 1 മിനിറ്റ്, ഞാൻ ശ്രീമതി ഭാഗ്യലക്ഷ്മിയിലേക്ക് പോയ ശേഷം വരാം. മറ്റ് 2 അതിഥികളുണ്ട്, ശ്രീമതി ചിന്താ ജെറോമും ശ്രീ രാജു പി നായരുണ്ട്. എനിക്ക് അവരിലേക്ക് കൂടി പോകണം. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഒരു തൂവൽ പൊഴിഞ്ഞു വീഴുന്നത് പോലെ ഉള്ളൂ ഫെഫ്കയിൽ നിന്നുള്ള താങ്കളുടെ രാജി എന്നത്, അതിന് വ്യക്തിപരമായ താങ്കൾക്ക് മറുപടി പറയാനുണ്ടാകും. ഞാൻ ശ്രീ സജി നന്ദിയായിട്ട് പറഞ്ഞത് ഒന്ന് അവിടെ ആവർത്തിച്ചെന്ന് മാത്രം. അതിനപ്പുറം ഈ ദിലീപിനെ ബോധപൂർവം കേസിൽ കൊടുക്കാൻ, ദിലീപിൻ്റെ സിനിമാ മേഖലയിലുള്ള ഈ സ്ഥാനത്തെ ഇല്ലാതാക്കാൻ, ദിലീപിനുണ്ടായിരുന്ന സ്വത്തുവകകളിൽ അസൂയ പൂണ്ട് ഒറ്റപ്പെടുത്താനും ഇല്ലാതാക്കാനും നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ ഗൂഢാലോചന കേസ് എന്നൊരു പരാമർശം ശ്രീ സജി നന്ദിയാട്ട് നടത്തിയിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് താങ്കളുടെ മറുപടി. ആദ്യം സജി നന്ദിയാട്ടനോട് എനിക്ക് ഗോപീഷ്ണൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു തൂവൽ പറഞ്ഞ്, അതിപ്പോ സജി നന്ദിയാട്ടും അത്രയൊക്കെ ഉള്ളൂ. ഈ മലയാള സിനിമയിൽ ഇതിലും വലിയ കൊലകൊമ്പന്മാർ ഇല്ലാതെ പോയിട്ട് സിനിമയിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിച്ചില്ല. പിന്നെ സജി നന്ദിയാട്ട് ഈ സിനിമാ രംഗത്ത് ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. എന്റെ തൊഴിൽ മേഖലയിൽ ഞാൻ എന്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാൾ തന്നെയാണ്. പിന്നെ ഒരു ഞാൻ എന്നെ സംബന്ധിച്ച് ഈ സംഘടനയിൽ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞത് സിനിമയ്ക്ക് നഷ്ടമുണ്ടാക്കുമോ ലാഭമുണ്ടാക്കുമോ എന്നതിന് വേണ്ടിയല്ല. ഈ ദിലീപ് എന്ന് പറയുന്ന ആളെ ഈ സംഘടനയിൽ സ്വീകരിച്ചില്ലെങ്കിൽ ഈ സിനിമയ്ക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ദിലീപിനെ കൊണ്ട് ഈ സിനിമാ രംഗത്ത് ദിലീപ് ഇല്ലെങ്കിൽ എന്ത് നഷ്ടമാണ് ഈ സംഘടനയ്ക്ക് ഉണ്ടാകാൻ പോകുന്നത്? അപ്പൊ എന്തിനെയാണ് അവർ ഭയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അവർ സ്വീകാര്യനാവുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ പണം, അദ്ദേഹത്തിന്റെ പ്രശസ്തി, അതുകൊണ്ട് മാത്രമല്ലേ. ഇവിടെ എത്രയോ പിന്നെ സിനിമയുമായി ബന്ധപ്പെട്ട പലരും പല നിയമ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അവരെല്ലാം നിരപരാധികളാണ് അല്ലെങ്കിൽ കുറ്റവാളികളാണെന്ന് അവരുടെ ഒന്നും കാര്യത്തിൽ ഈ സംഘടനകളൊന്നും ഒരു അഭിപ്രായം പറഞ്ഞ് ഞങ്ങൾ ആരും കേട്ടിട്ടില്ലല്ലോ. എന്തുകൊണ്ട് ദിലീപിന്റെ കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയും വ്യഗ്രത? ഇപ്പൊ നേരത്തെ സജി നന്ദിയായിട്ട് ഘോരഘോരം വായിച്ചില്ല, കോടതിയുടെ അന്തിമ വിധിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു വിചാരണ കോടതി മാത്രം മതിയല്ലോ, ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒന്നും വേണ്ടല്ലോ. ഈ ഒരൊറ്റ കോടതി പോരെ എല്ലാ സംസ്ഥാനങ്ങൾക്കും? എന്തുകൊണ്ടാണ് ഇവിടെ പറയാൻ വിട്ടുപോയ, ഇവിടെ കണ്ടെത്താൻ വിട്ടുപോയ കാര്യങ്ങൾ അടുത്ത കോടതിയിൽ, കുറെ കൂടെ മുകളിലിരിക്കുന്ന ഒരു കോടതിയിൽ, അതിനെയാണ് ഹൈക്കോർട്ട് എന്ന് പറയുന്നത്, ആ കോടതിയിൽ പോയി അവിടെ നിന്നും ഈ പറയുന്ന ചില കാര്യങ്ങൾ വിട്ടുപോയാൽ അവിടുന്ന് നമ്മൾ വീണ്ടും സുപ്രീം കോടതിയിലേക്ക്, അതിനല്ലേ ഈ 3 കോടതിയും വെച്ചിരിക്കുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് അനുകൂലമായ ഒരു, ഞാൻ ചോദിക്കട്ടെ, ഒരു പക്ഷേ ഇന്നലെ അയാൾ ശിക്ഷിക്കപ്പെട്ടു എന്നിരിക്കട്ടെ, അപ്പൊ ഞങ്ങൾ ഇതുപോലെ ആഘോഷിച്ചാൽ, ഞങ്ങൾ ലഡു വിതരണമൊക്കെ നടത്തി, ഞങ്ങൾ പത്രസമ്മേളനം എല്ലാം നടത്തി എന്നിരിക്കട്ടെ, അപ്പൊ ഞാൻ പറഞ്ഞ ഇതേ ഡയലോഗ് നിങ്ങൾ പറയില്ലേ? ഇത് അന്തിമ വിധി അല്ലല്ലോ, ഇനിയുമുണ്ടല്ലോ കോടതി എന്ന് നിങ്ങൾ പറയില്ലേ? അപ്പോ ഇത് എല്ലാവർക്കും ഇങ്ങനെ ഓരോ ഘട്ടത്തിലേക്ക് പോകാനുള്ള അവകാശവും അധികാരവും ഈ രാജ്യത്ത് ഉണ്ട്. അതിനാണ് ഇങ്ങനെയുള്ള കോടതികൾ വെച്ചിരിക്കുന്നത്. ഞാൻ ഈ സിനിമാ രംഗത്ത് ഞാൻ 51 വർഷം നിന്നല്ലോ, താങ്കൾ എത്ര വർഷം നിന്നു എന്ന് എനിക്കറിയില്ല. 51 വർഷത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, എനിക്കത് മതി. എന്റെ വാദം ഇത്രയേ ഉള്ളൂ. ഇന്ന് ഈ ചർച്ചയ്ക്ക് ഞാൻ വന്നിരിക്കാനുള്ള ഒരു പ്രധാന കാരണം, ഇന്നലെ എനിക്ക് ആ വിധി കേട്ടതിന്റെ ഒരു വിഷമം കൊണ്ട് ഞാൻ പല ചാനലുകൾ വിളിച്ചിട്ടും എനിക്ക് ഇരിക്കാനുള്ള മനസ്സ് അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ഒരു മനസ്സ് എനിക്കില്ലായിരുന്നു. ഇന്ന് ഞാൻ രാവിലെ എടുത്ത തീരുമാനമാണ്, ഞാനും കൂടി ഉൾപ്പെടുന്ന ഒരു സംഘടന,
ആ സംഘടനയിൽ കുറ്റാരോപിതൻ, ആ കുറ്റാരോപിതൻ സുപ്രീം കോടതിയിൽ നിന്ന് വിധി വാങ്ങുന്നത് വരെ അയാൾ മാറ്റി നിർത്തപ്പെടേണ്ടവൻ തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം ഈ സംഘടനയിൽ ഒന്നും ഇല്ലാതിരുന്നിട്ടും 8 സിനിമ ചെയ്തല്ലോ, ഇപ്പോഴും സിനിമ ചെയ്തുകൊണ്ട് അല്ല തന്നെ ശ്രീമതി ഭാഗ്യലക്ഷ്മി, നിലവിൽ ഹൈക്കോടതി കേസുണ്ടോ? അല്ലല്ല, അയാൾ നിലവിൽ സുപ്രീം കോടതി കേസുണ്ടോ ദിലീപിനെതിരെ? അയാൾ ഇപ്പോഴും സിനിമ ചെയ്ത്, നിങ്ങൾ സംസാരിക്കുമ്പോ ഞാൻ സംസാരിച്ചില്ല, ഞാൻ സംസാരിക്കുമ്പോ നിങ്ങൾ ശ്രീമതി സംസാരിക്കരുത്. ഭാഗ്യലക്ഷ്മിയുടെ സംസാരത്തിൽ എത്രമാത്രം ഗ്രഡ്ജാണ് ദിലീപിനോടെന്ന് മനസ്സിലായി. വ്യക്തിപരമായ കാര്യമാണ്, പോളിസി അല്ലത്. നിങ്ങൾ പറഞ്ഞതിനാണ്. എനിക്ക് നിങ്ങളെ മാതിരി അങ്ങനെ നിലവാരമില്ലാതെ എനിക്ക് ഉറക്കെ പറയാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിലവിൽ ഹൈക്കോടതിയിലുണ്ടോ കേസുണ്ടോ? എടുക്കണം എന്നല്ല, ഈ 8 വർഷം 8 സുപ്രീം സിനിമകൾ കോടതി ചെയ്തു. കേസുണ്ടോ? അയാൾ കാശുണ്ടാക്കി, അയാൾ പറഞ്ഞല്ലോ, അയാൾക്ക് വേണ്ടി പറഞ്ഞ ആൾ പറഞ്ഞല്ലോ, കോടികൾ മുടക്കി, ഇതൊക്കെ ചെയ്തല്ലോ. അപ്പോ അയാൾ ഒരു കുത്തുവാള എടുക്കില്ല. ഇനി ഹൈക്കോടതി പോയാലും സുപ്രീം കോടതി പോയാലും എല്ലാ മലയാളികൾക്കും മനസ്സിലായി അല്ല ഒരു മിനിറ്റ് ശ്രീ സജി നദ്യ, ശ്രീമതി ഭാഗ്യലക്ഷ്മി പറയുന്നത്, ശ്രീമതി ഭാഗ്യലക്ഷ്മി ഇവിടെ പറയുന്നത് വിചാരണ കോടതിയിലെ ഒരു വിധി കൊണ്ട് തീരുന്നതാണോ ഈ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഹൈക്കോടതികളും എന്തിനാണ് ഈ നാട്ടിൽ എന്നാണ്. ഇനി നിയമപരമായി, ഇപ്പോൾ നേരത്തെ അസഫ് അലി സാർ പറഞ്ഞ താങ്കൾ കേട്ടു, നിയമപരമായി മേൽക്കോടതികളെ സമീപിക്കാനുള്ള അവകാശം പൗരന്മാർക്കുണ്ട്. അതിനാണ് ഈ കോടതികൾ വെച്ചിട്ടുള്ളത്. കീഴ്ക്കോടതിയുടെ വിധിയെ അന്തിമ വിധിയായി കാണാൻ കഴിയില്ല. അതിന് മേൽക്കോടതികളിലേക്ക് പോകാം. അവിടെ ഈ പറയുന്ന എല്ലാ തെളിവുകളും, എല്ലാ വാദങ്ങളും, ന്യായവാദങ്ങളും ഒക്കെ, ന്യായാന്യായങ്ങളൊക്കെ പരിശോധിക്കപ്പെടും. അതുകൊണ്ട് മേൽക്കോടതികളിലെ വിധി ആ നിലയ്ക്ക് പരിഗണിക്കപ്പെടുന്നതുമായിരിക്കും. അതാണ് ശ്രീമതി ഭാഗ്യലക്ഷ്മി പറഞ്ഞത്, വളരെ ക്ലിയർ ആണ്. പിന്നെ ഗ്രഡ്ജ് എന്ന് പറയുന്നത്, ഇപ്പോൾ ദിലീപിനെ അനുകൂലിക്കുന്നവർ ദിലീപിനോടുള്ള സ്നേഹം, ദിലീപിനെ എതിർക്കുന്നവർ ദിലീപിനോടുള്ള ഗ്രഡ്ജ് എന്നത് സ്വാഭാവികമായി നമ്മൾ അങ്ങനെ രണ്ട് വശവും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണ്. ഇനി ഞാൻ വരാം ശ്രീമതി ചിന്താ ജെറോമും ശ്രീ രാജു പി നായരും വേണ്ടി ഞാൻ അവരിലേക്ക് പോയിട്ടുണ്ട്. ശ്രീമതി ചിന്താ ജെറോം, സർക്കാർ പറയുന്നത് അപ്പീൽ പോകും എന്നായിരുന്നു ഇന്നലെ നിയമമന്ത്രിയൊക്കെ പറഞ്ഞത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് വിധിന്യായം പഠിച്ച ശേഷം തുടർ നടപടികളെക്കുറിച്ച് ആലോചിക്കും. പക്ഷെ ഒരു കാര്യത്തിൽ സർക്കാരിന് ഉറപ്പുണ്ട്, കാരണം അതിജീവിതയ്ക്ക് നീതി പൂർണ്ണമായി കിട്ടിയിട്ടില്ല എന്ന ഒരു ധാരണ സർക്കാരിനുണ്ട്. പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയാണ് ഈ വിധി ഈ നിലയിൽ ഇപ്പോൾ പൂർണ്ണമായൊരു നീതി അതിജീവിതയ്ക്ക് ലഭിക്കാതിരിക്കാനുള്ള കാരണം എന്ന് വിലയിരുത്തലുണ്ടോ? അപ്പീൽ പോവുക എന്നതിലൂടെ ശക്തമായി തെളിവുകൾ ദിലീപിനെതിരായിട്ടുള്ള തെളിവുകൾ കൊണ്ടുപോയി കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ടോ? മൂന്നാമതായി, ദിലീപ് തനിക്കെതിരെ നടന്ന ഗൂഢാലോചനയാണ് ഈ കേസ് മുഴുവനും തനിക്കെതിരെ വന്നിരിക്കാനുള്ള കാരണം. അതിന് പോലീസ് ഉദ്യോഗസ്ഥയെയും പോലീസ് സംഘത്തെയും പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ്. ഇതിനെ എങ്ങനെ കാണും? 2017 ഫെബ്രുവരി 17 ഈ സംഭവം ഉണ്ടാകുന്നത്. ആ സംഭവം ഉണ്ടായ ആ നിമിഷം മുതൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, സർക്കാർ പൂർണ്ണമായും അതിജീവിതയ്ക്കൊപ്പമാണ്. ഇന്നലകളിലും അതിജീവിതയ്ക്കൊപ്പമാണ്, ഇന്നും അതിജീവിതയ്ക്കൊപ്പമാണ്. അവർക്ക് നീതി ലഭിക്കുന്നത് വരെയുള്ള എല്ലാ പോരാട്ടങ്ങളിലും അവർക്ക് ഐക്യദാർഢ്യം, അത് നിയമപരമായ പോരാട്ടത്തിനും വ്യക്തിപരമായും സാമൂഹ്യമായ ഇടപെടലുകളിലും ആ അതിജീവിത ശക്തമായി പൊതുരംഗത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അത് വളരെ ബോൾഡായി തന്നെ ആ കുട്ടി നിർവഹിച്ചിട്ടുണ്ട്. അവർ പല വേദികളിലും നമുക്കൊപ്പം എത്തിയിട്ടുണ്ട്. ധൈര്യമായി തന്നെ, ഞാനല്ല തലകുനിച്ചിരിക്കേണ്ടത്, എന്നെ ആരാണോ അപമാനിച്ചത് അവരാണ് തലകുനിച്ചിരിക്കേണ്ടത് എന്നുള്ള വലിയ സന്ദേശം നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കാകെ പകർന്നു നൽകി അതിജീവനത്തിൻ്റെ ഒരു മാതൃകയായി തന്നെ പ്രിയപ്പെട്ട പെൺകുട്ടി നിൽക്കുകയാണ്. ഈ നാൾ വഴികളിലെല്ലാം നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ അറിയാം, സർക്കാർ പെൺകുട്ടിക്ക്, അതിജീവിതയ്ക്ക് നീതി കിട്ടാൻ വേണ്ടിയുള്ള എല്ലാ ഇടപെടലും സ്വീകരിച്ചിട്ടുണ്ട്. ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആ സന്ദർഭത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ഒരു അന്വേഷണ സംഘം ഉണ്ടാകുന്നു. ആദ്യ ദിവസങ്ങളിൽ തന്നെ 2ാം പ്രതിയെ കരുതൽ തടങ്കലിൽ വയ്ക്കുന്നു. തുടർന്ന് പെൺകുട്ടി അതിജീവിത 164 മൊഴി നൽകിയതിനു ശേഷം ഓരോ ദിവസങ്ങളിലും, വരും ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത് വളരെ കാര്യക്ഷമമായ അന്വേഷണത്തിൻ്റെ ഭാഗമായി പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം പിന്നീട് അതിജീവിത ഓരോ ഘട്ടത്തിലും ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അത് നീതിപൂർവമാണ്, അത് അവർക്ക് നൽകേണ്ട മെൻ്റൽ സപ്പോർട്ടിൻ്റെ കൂടി ഭാഗമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലെല്ലാം അനുകൂലമായ നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. പ്രോസിക്യൂഷൻ്റെ ഭാഗമായി ആര് ഹാജരാകണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾക്കകത്തെല്ലാം അതിജീവിതയുടെ താല്പര്യവും അവരുടെ ആവശ്യങ്ങളും സാധിച്ചുകൊണ്ട് തന്നെയാണ് സർക്കാർ മുമ്പോട്ട് പോയിട്ടുള്ളത്.
ഇപ്പോൾ ഈ വിധി വരുന്ന ഘട്ടത്തിൽ തീർച്ചയായും നിയമമന്ത്രി ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചു, ബഹുമാനായ മുഖ്യമന്ത്രി യാതൊരു സംശയത്തിനും ഇട നൽകാത്ത വിധത്തിൽ അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന നമ്മുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ വിഷയത്തിനകത്ത് സർക്കാർ വളരെ കൃത്യമായി സ്ത്രീപക്ഷ നിലപാട് എടുത്തുകൊണ്ട് നിൽക്കുന്നത്. മറുഭാഗത്ത് നിങ്ങൾ തന്നെ ഇൻട്രൊഡക്ഷനിലെല്ലാം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ബഹുമാന്യായ ശ്രീ അടൂർ പ്രകാശിൻ്റെ ഉൾപ്പെടെ വന്നിട്ടുള്ള പരാമർശങ്ങൾ. അതിൽ നാം കാണേണ്ടത് തൻ്റെ സുഹൃത്താണ് എന്നുൾപ്പെടെയുള്ള ചില ഭാഗങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ കുറ്റാരോപിതനായ വ്യക്തിയെ സംബന്ധിച്ച്. അപ്പം ഇങ്ങനൊരു വിധി വരുന്ന ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് ആർക്കൊപ്പമാണ് എന്നുള്ളത് വളരെ ക്ലിയറായി അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുകയാണ്. രാജു പി നായരുണ്ട്, ഞാൻ അദ്ദേഹത്തിലേക്ക് പോയിട്ട് നമുക്ക് ആ കാര്യങ്ങൾ കൂടി ചോദിക്കാം. ശ്രീ രാജു പി നായർ, ഈ അതിജീവിതയ്ക്ക് പൂർണ്ണമായി ഒരു നീതി കിട്ടിയില്ല എന്നതാണോ കോൺഗ്രസ് പറയുന്നത്, അതോ ദിലീപിന് നീതി കിട്ടി എന്നാണോ? കാരണം അടൂർ പ്രകാശിന്റെ സ്റ്റേറ്റ്മെന്റ് വലിയ സംശയങ്ങൾക്കിട നൽകി, താങ്കൾക്കറിയാമല്ലോ. പിന്നീട് അദ്ദേഹം അത് തിരുത്തി, മാധ്യമങ്ങളുടെ മേൽ അദ്ദേഹം കുറ്റം ചാരി, അതൊക്കെ ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മലക്കം അറിയുകയായിരുന്നു. KPCC ഇടപെട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ അഭിപ്രായം ദിലീപിന് നീതി കിട്ടി എന്നാണ്. അല്ല, ഇപ്പം അങ്ങ് പറഞ്ഞതിൽ നിന്ന് തന്നെ കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്നുള്ളത് അങ്ങ് തന്നെ വ്യക്തമാക്കിയല്ലോ. കാരണം അടൂർ പ്രകാശ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് അതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയെങ്കിൽ കോൺഗ്രസ് ഇടപെട്ട് അത് തിരുത്തി എന്നുള്ളത് അങ്ങ് തന്നെ പറഞ്ഞപ്പോൾ പാർട്ടിയുടെ നിലപാട് എന്താണെന്നുള്ളത് അങ്ങ് തന്നെ അംഗീകരിക്കല്ലേ? ഏതെങ്കിലും വ്യക്തിപരമായിട്ട് പറയുന്ന ഒരു അഭിപ്രായം അതിനകത്ത് അത് അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അത് തീർച്ചയായിട്ടും ആ ഒരു സ്ഥാനത്തിരുന്ന് പറയുന്നതിൽ അപാകത ഉണ്ട് എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും രോഷത്തോട് പ്രതികരിച്ചു, അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ടാവാം, അദ്ദേഹം അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം അതിനകത്ത് തിരുത്തി ചില കാര്യങ്ങളുണ്ടായിരുന്ന കൺഫ്യൂഷൻ അദ്ദേഹം അതിനകത്ത് വളച്ചൊടിക്കപ്പെട്ടു എന്ന് ഉൾപ്പെടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം തിരുത്തി. അങ്ങനെയാണെങ്കിൽ ശ്രീ രാജു പിള്ളാർ, ഈ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാരിന് സുവ്യക്തമായ ഒരു നിലപാടുണ്ടെന്നും അതുകൊണ്ട് അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കും വരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നതാണ് ഇന്നും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പൊസിഷനെ പ്രതിപക്ഷം അംഗീകരിക്കുകയാണല്ലേ? അല്ല, അതിലെ പൊള്ളത്തരത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പായിട്ട് നമുക്ക് അതിജീവിതയ്ക്ക് അവർ അർഹിക്കുന്ന നീതി ലഭിക്കുക എന്നുള്ളതാണ് നമ്മളുടെ എല്ലാം പൊതു ലക്ഷ്യമെങ്കിൽ അവിടെ നമ്മൾ എടുത്തുയർത്തേണ്ടത് ഈ വിഷയം ഉണ്ടായപ്പോൾ മുതൽ PT തോമസ് എടുത്ത നിലപാട്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമാ തോമസിൻ്റെ ഇപ്പോഴത്തെ നിലപാട്, VM സുധീരൻ KPCC പ്രസിഡന്റായിട്ടിരിക്കുമ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്, കോൺഗ്രസ് പാർട്ടി മുഴുവനായിട്ട് എടുത്തിരിക്കുന്ന നിലപാട്, അതാണ് സത്യം പറഞ്ഞാൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുകയാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ അത് ചെയ്യേണ്ടത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് ഇത് കൊണ്ടുപോകുന്നത് നല്ലതല്ല. പക്ഷെ ഇവിടെ ശ്രീമതി ചിന്താ ജെറോം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയട്ടെ, ആരാണ് അതിജീവിതയെ രാഷ്ട്രീയ ദുഷ്ടലാക്കെന്ന് പറഞ്ഞത്? അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ അതിജീവിതയുടെ രാഷ്ട്രീയ ദുഷ്ടലാക്കാണ് എന്ന് പറഞ്ഞത് ആരൊക്കെയായിരുന്നു അറിയാമോ? EP ജയരാജനും കോടിയേരി ബാലകൃഷ്ണനും ഉൾപ്പെടെയുള്ളവരാണ്. നമ്മുടെ ആന്റണി രാജുവും ഉണ്ടായിരുന്നു. ഈ അന്നത്തെ പിണറായി വിജയൻ മന്ത്രിസഭയിലെ 3 മന്ത്രിമാർ അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള 3 പേർ, പാർട്ടി സെക്രട്ടറി ആയിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ ആന്റണി രാജു മന്ത്രിയായിരുന്നു, EP ജയരാജൻ. ഈ 3 പേരാണ് അതിജീവിത ഹൈക്കോടതിയിൽ പോയപ്പോൾ അത് രാഷ്ട്രീയ ദുഷ്ടലാക്കാണെന്ന് പറഞ്ഞത്. ഓർമ്മയില്ലേ ഗോപികൃഷ്ണൻ? ഞാൻ വേണമെങ്കിൽ അതിൻ്റെ വാർത്തകളുടെ ഡീറ്റെയിൽസ് അയച്ചുതരാം. ഗോപികൃഷ്ണൻ ഒന്ന് ടെലികാസ്റ്റ് ചെയ്യൂ ഇല്ലേ? അപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ അതിജീവിത പറഞ്ഞെന്താ? ഒരു LDF നേതാവ് ഈ അന്വേഷണം അട്ടിമറിക്കുന്നതിന് വേണ്ടി ഇടപെടുന്നു, ദിലീപുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടുന്നു എന്ന് ഈ മുഖ്യമന്ത്രിയോട് പറഞ്ഞത് അതിജീവിതല്ലേ? ഓർമ്മയില്ലേ ഗോപികൃഷ്ണന്? അതിനുശേഷമാണ് പറയുന്നത് അദ്ദേഹം എന്നോട് കുറേ ഉറപ്പുകൾ തന്നിട്ട് ആ ഉറപ്പ് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്, അതിജീവിത പറഞ്ഞത്. ഇപ്പോൾ കേസ് നടന്നു, കേസിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഇത് ചെയ്തവർ പിടിയിലായി, നല്ല കാര്യം. പക്ഷെ അതുകൊണ്ട് നീതിപൂർവമാണോ? ഇല്ല. എന്തിനാണ് തീരെ അപ്രസക്തരായിട്ടുള്ള ഡ്രൈവർ ജോലി ചെയ്തിരുന്ന ആൾക്കാർ ഇത്രമാത്രം വലിയ പണം മുടക്കി ഇത്രയും സംനാഹത്തോടു കൂടി ഒരു ടെമ്പോ ട്രാവലർ വാടകയ്ക്കെടുത്ത് കൊച്ചിയിൽ പൊതുനിരത്തിലൂടെ പോകുമ്പോൾ ഇത് ചെയ്തത്? അതിൻ്റെ ഗൂഢാലോചനയുണ്ട് എന്ന് നമുക്ക് ആർക്കും ഒരു കൊച്ചുകുട്ടിക്കും മനസ്സിലാവുന്നതാണല്ലോ. ആ ഗൂഢാലോചന സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് പരാജയപ്പെട്ടു എന്നിടത്തല്ലേ ഇന്ന് നമ്മൾ നീതി നിഷേധിക്കപ്പെട്ടു എന്നുള്ള വാദം ഉയർത്തേണ്ടി വരുന്നത്? അതല്ലാതെ ഏതെങ്കിലും ഈ തോക്ക് പിടിച്ചിട്ട് വെടിവെച്ചവനെ കുറ്റമുക്തനാക്കുന്ന രീതിക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്? എന്തായിരുന്നു ഇതിനകത്തുള്ള ഗൂഢാലോചന? ഈ പറയുന്ന പൾസർ സുനിയോ അല്ലെങ്കിൽ ഈ പറയുന്ന 6 പ്രതികൾ അവർ നേരിട്ട് കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവരാണ്. അവരിത് ചെയ്തതിൻ്റെ പിറവിലുള്ള മോട്ടിവേഷൻ എന്താണ്? അവരുടെ മോട്ടീവ് എന്തായിരുന്നു? അവർക്ക് പണം ലഭിച്ചത് എവിടെ നിന്ന് ഉൾപ്പെടെയുള്ള വിഷയങ്ങളല്ലേ നമ്മൾ ഇതിനകത്ത് ഗൂഢാലോചനയുണ്ട്
എന്നുള്ളത് നമ്മൾ സ്ഥാപിക്കുന്നത്. അല്ലാണ്ട് പൾസർ സുനി പോയപ്പോൾ ഈ അതിജീവിതയെ കണ്ട് എവിടെയോ വെച്ച് റേപ്പ് ചെയ്തതല്ലല്ലോ. പകരം വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നമ്മുടെ അന്വേഷണത്തിൻ്റെ സമയത്തും ഇപ്പോഴും പുറത്തു വരുന്ന വിവരങ്ങൾ ഇതിനു മുമ്പ് ഗോവയിൽ വെച്ചും ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്ത്രീയെ പിന്തുടർന്ന് ഇത്തരത്തിൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയിൽപ്പെട്ട ഒരാളെ പോലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ കഴിയാത്തത് പ്രോസിക്യൂഷൻ്റെ പരിപൂർണ പരാജയമല്ലേ? അവിടെയാണ് അതിജീവിതയെ മുഖ്യമന്ത്രിയെ കണ്ടു പറഞ്ഞ LDFന്റെ നേതാവ് ഉൾപ്പെടെ ദിലീപുമായിട്ട് ഗൂഢാലോചന നടത്തിക്കൊണ്ട് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞതും ഈ ഏറ്റവും മുതിർന്ന 3 നേതാക്കന്മാർ അതിജീവിതയ്ക്ക് രാഷ്ട്രീയ ദുഷ്ടലാക്കുണ്ടെന്ന് പറഞ്ഞതിൻ്റെയും രാഷ്ട്രീയം അവിടെ കിടക്കുന്നത്. ഞാൻ കോടതിയുടെ നിഷ്പക്ഷതയിലേക്ക് ഞാൻ പോകുന്നില്ല. അതിനെ സംബന്ധിച്ച് ചോദ്യങ്ങളുണ്ട്. അവരുടെ ഭർത്താവ് ഉൾപ്പെടെ അവരുടെ രാഷ്ട്രീയത്തുൾപ്പെടെ ഒട്ടേറെ ചോദ്യങ്ങൾ അവിടെ നിൽപ്പുണ്ട്. ഒരുപക്ഷെ ഇത് നമുക്ക് ഇപ്പൊ അതിനകത്ത് താങ്കൾക്കറിയാമല്ലോ, ഒരു നിയമ സംവിധാനത്തിനകത്ത് കോടതി വിധിയെ വിമർശന വിധേയമാക്കാമെങ്കിലും നമുക്ക് ബാക്കി അതിലെ പരിമിതികളും അതിന്റെ നിയമങ്ങളും ചട്ടക്കൂടുകളും ഒക്കെ അറിയാവുന്ന ആളാണല്ലോ ശ്രീ രാജു പി നായർ താങ്കൾ. അപ്പോൾ താങ്കൾ അത്തരം കരുതലോടുകൂടി ആയിരിക്കും ഈ കാര്യങ്ങളിൽ പ്രതികരണം നടത്തുക എന്ന് ഞാൻ ആ പരിമിതിക്കകത്തു നിന്നുകൊണ്ടാണ് ജഡ്ജിയുടെ പേരെടുത്ത് അവരുടെ ബന്ധങ്ങളെ കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് പറയാതെ പോയത്. അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ പോലും അത് കോടതികളുടെ ജഡ്ജ്മെന്റിനെ ആ കാര്യത്തിൽ നമുക്കും ഞങ്ങളുടെയും നിലപാട് തന്നെയാണ്. നിങ്ങൾക്ക് ജഡ്ജ്മെന്റിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാം, ബാക്കി മറ്റു കാര്യങ്ങളിൽ നിയമപരമായ നമ്മുടെ പരിമിതിയും അതല്ലെങ്കിൽ ആ പരിധിയും നമ്മൾ മാനിക്കണം. അത് തന്നെയാണ് എന്റെയും അഭിപ്രായം. താങ്കൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു. ഗോപീഷൻ ആ പൊളിറ്റിക്കൽ പ്രൂഡൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അതിനപ്പുറത്തേക്ക് ഒന്നും കടന്നിട്ടില്ല. അത് പറയാൻ ഉണ്ട്, അന്തരീക്ഷത്തിലെല്ലാം നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ അതിലേക്ക് കടന്നിട്ടില്ല. ശരി, അപ്പൊ ഇതിനകത്ത് താങ്കൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഞാൻ മനസ്സിലാക്കുന്ന ശ്രീ രാജു പി നായർ, പ്രോസിക്യൂഷൻ ഈ കാര്യങ്ങളിൽ വ്യക്തമായ തെളിവുകൾ ഹാജരാക്കുന്നതിലും വ്യക്തമായ തെളിവുകൾ ശേഖരിച്ച് കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിലും പരാജയപ്പെട്ടു എന്നതാണ് ശ്രീ രാജു പി നായർ പറയുന്നത്. മാത്രമല്ല അതിന് പിന്നിൽ ചില രാഷ്ട്രീയ ഇടപെടലും സ്വാധീനം ചെലുത്തലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്ന സംശയം താങ്കൾ പറയുന്നു. അതായത് അതിജീവിതയ്ക്ക് പൂർണ്ണമായ നീതി ഉറപ്പാക്കുന്നതിന് തടസ്സമായി നിന്നത് പ്രോസിക്യൂഷന്റെ വീഴ്ചയാണ് എന്നാണ്. ഗോപീഷൻ, ഈ ട്രയലിന്റെ കാലത്ത് മുഴുവൻ പുറത്തു വന്നിരിക്കുന്ന കഥകളും നമ്മുടെ സിമ്പിൾ ലോജിക്ക് നമ്മൾ വെച്ച് ചിന്തിച്ചാൽ ഇത് കേവലം ഒരു റേപ്പ് അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതിന്റെ പിന്നിൽ വലിയ മോട്ടീവ് ഉണ്ടെന്ന് വളരെ കൃത്യമല്ലേ? ആ മോട്ടീവ് ആരാണ് ചെയ്തത് എന്നുള്ള ചോദ്യം നിലനിൽക്കുകയല്ലേ? ആ മോട്ടീവ് എന്തായിരുന്നു എന്നുള്ളതും അതിന് പിന്നിലുണ്ടായിരുന്ന ഗൂഢാലോചനയുടെ പങ്കാളി ആരായിരുന്നു എന്നുള്ളതും പുറത്തു കൊണ്ടുവരാൻ ബാധ്യതയുള്ളത് പ്രോസിക്യൂഷനല്ലേ, പോലീസിലല്ലേ? എത്ര കേസുകൾ ഇതിനിടയ്ക്ക് പോയി? ഈ ഇതിന്റെ ഹാഷ് വാല്യൂ ഉൾപ്പെടെയുള്ള തർക്കങ്ങൾ എവിടെയൊക്കെ പോയി? പണം കൊടുത്തതിനെ സംബന്ധിച്ച് വന്നു, ഈ പ്രതിയുടെ കത്ത് പുറത്തു വന്നു, അങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ നിലനിൽക്കല്ലേ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് പോലും മനസ്സിലാവുന്ന കുറെ അധികം ഈ തോക്ക് പിടിച്ച കൈകൾ ഉണ്ടായിരുന്നു. ആ തോക്ക് പിടിച്ച കൈകൾ ഇന്ന് പുറത്താണ്. അത് പ്രോസിക്യൂഷന്റെ സമ്പൂർണ്ണ പരാജയമാണ്. ശരി, ഞാനൊരു ഇടവേള എടുക്കുന്നു, തിരികെ എത്താം. ശ്രീ സജി നന്ദ്യാട്ടും ശ്രീമതി ചിന്താ ജെറോമും ഉണ്ട്. താങ്കൾ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്കുള്ള മറുപടി ശ്രീമതി ചിന്ത നൽകും. ഞാൻ ശ്രീ സജി നന്ദ്യാട്ടിലേക്കും വരും ഇടവേളയ്ക്ക് ശേഷം. ചർച്ച തുടരുന്നു. ചിന്താ ജെറോമിലേക്ക്. ചിന്ത, ഈ പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ച, അതിന് ചിലരുടെ സ്വാധീനം, ഇടപെടൽ, ഇതൊക്കെയാണ് ശ്രീ രാജു പി നായർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആക്ഷേപം. അതുകൊണ്ടാണ് ഇതിലെ ഗൂഢാലോചന എന്നത് തെളിയിക്കപ്പെടാതെ പോയത് എന്നതാണ് അദ്ദേഹത്തിന്റെ വിമർശനം. അല്ല, ശ്രീ രാജു പി നായരുടെ വിമർശനത്തിൽ തന്നെ യാതൊരു അർത്ഥവുമില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് ഗൂഢാലോചന തെളിയിക്കപ്പെടാതെ പോയതിന് കാരണം രാഷ്ട്രീയമായ ഇടപെടലാണ് എന്ന നിലയിലാണ്. ഗൂഢാലോചന എന്തുകൊണ്ട് തെളിയിക്കപ്പെടാതെ പോയി എന്നുള്ളതിൻ്റെ വിശദമായ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ ജഡ്ജ്മെൻറ്റിൻ്റെ പകർപ്പ് നമ്മളുടെ എല്ലാം കൈകളിലേക്ക് കിട്ടണം. ജഡ്ജ്മെൻറ്റിൻ്റെ പകർപ്പ് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗൂഢാലോചന തെളിയിക്കാതെ പോയത് എന്ന കോടതിയുടെ കണ്ടെത്തൽ എന്താണെന്ന് മനസ്സിലാക്കാതെ തന്നെ അദ്ദേഹം ഒരു രാഷ്ട്രീയമായ ആരോപണം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയ ആരോപണത്തിൻ്റെ പിന്നിൽ എന്താണ് എന്ന് നമുക്കറിയാം. അത് മറ്റൊന്നുമല്ല, ശ്രീ അടൂർ പ്രകാശ് ഇന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് കോൺഗ്രസ് ആകെ പ്രതിരോധത്തിലായിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ തനി നിറം പുറത്തു വന്നിരിക്കുകയാണ്. അതിലുണ്ടായ ഒരു ജാള്യത മറിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം യശശരീരനായ ശ്രീ കോടിയേരിയുടെ ഉൾപ്പെടെ പേര് പരാമർശിച്ചുകൊണ്ട് അങ്ങേയറ്റം നിരുത്തരവാദപരമായ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ നടത്തിയിട്ടുള്ളത്. എല്ലാ ഘട്ടത്തിലും അതിജീവിതയ്ക്കൊപ്പമാണ് ഗവൺമെൻറ് നിന്നിട്ടുള്ളത് എന്ന് കേസിൻ്റെ നാൾവഴികൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഫെബ്രുവരി 17-നാണ് ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നത്.
ഫെബ്രുവരി 20 മൂന്നാം പ്രതി മണികണ്ഠനെ പാലക്കാട് വെച്ച് കസ്റ്റഡിയിലെടുക്കുകയാണ്. ഫെബ്രുവരി 23 മുഖ്യപ്രതിയായ പൾസർ സുനിയെയും വിജീഷിനെയും അറസ്റ്റ് ചെയ്യുകയാണ്. 3 ദിവസത്തിനകം 7-ാം പ്രതി ചാർലി തോമസ് അറസ്റ്റിലാവുന്നുണ്ട്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത മുഴുവൻ പ്രതികളെയും ആദ്യ 10 ദിവസത്തിനകം പിടിയിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കേസ് എത്ര ശുഷ്കാന്തിയോടുകൂടി എത്ര കൃത്യമായി ആ അതിജീവിതയെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്കുണ്ടായ പ്രയാസം, അതിൻ്റെ ആഴം, അതുപോലെ തന്നെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവമാണ്. പ്ലഷറിന് വേണ്ടിയാണ് സാധാരണ റേപ്പ് കേസുകൾ രൂപം കൊള്ളുന്നത്. പക്ഷെ ഇവിടെ നാം കാണുന്നത് ഇതൊരു കൊട്ടേഷനായി മാറുന്നു എന്നുള്ളതാണ്. മറ്റൊരാളുടെ പ്രതികാരത്തിന് വേണ്ടി, റിവഞ്ചിന് വേണ്ടി ഇത്തരം ഒരു കുറ്റകൃത്യം നടക്കുന്നു എന്നുള്ളത് ഞെട്ടലോടുകൂടിയാണ് നമ്മളെല്ലാവരും ഈ വിവരം കേട്ടത്. അപ്പോൾ ഈ സംഭവത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ് വളരെ ശക്തമായി ഈ വിഷയത്തിനകത്ത് ഇടപെട്ട് അന്വേഷണത്തിനകത്ത് ജാഗ്രതയോടുകൂടി ഇടപെട്ടു. അതാണ് ഞാൻ ആ ദിവസങ്ങൾ വെച്ച് പറഞ്ഞത്. സംഭവം ഉണ്ടായി ഉടൻ തന്നെ ഇത്രയധികം പ്രതികളെ അറസ്റ്റ് ചെയ്യുക, കുറ്റപത്രം സമർപ്പിക്കുക. മുഖ്യമന്ത്രി ഇതിൽ നിന്ന് ഈ കേസിൽ നിരപരാധിയാണെന്ന് കണ്ട് അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ട ദിലീപ് ഉന്നയിക്കുന്ന ഒരു ആരോപണം ഒരു സംഘം പോലീസുകാർ മുഖ്യമന്ത്രിയെ വരെ തെറ്റിദ്ധരിപ്പിച്ച് ഉണ്ടാക്കിയതാണ് ഈ ഗൂഢാലോചന കേസ് എന്നാണ്. അതിനെ സംബന്ധിച്ച് ബഹുമാനായ മുഖ്യമന്ത്രി തന്നെ ഇന്ന് പറഞ്ഞല്ലോ, ശ്രീ ദിലീപ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ തോന്നലുകളിൽ നിന്നാണ്. പക്ഷേ നമുക്കൊരു സംഭവം ഉണ്ടാകുമ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിക്കാൻ കഴിയുക. പോലീസ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോയത്. ഇതിനകത്ത് അസന്നിഗ്ധമായി ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ സംഭവം ഉണ്ടായ സമയം മുതൽ ഇന്ന് വരെ ഈ വിധി വരുന്ന സമയത്തും ഇനി ഈ വിധിയിന്മേൽ തുടർന്ന് പ്രോസിക്യൂഷനും നമ്മുടെ സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന കാര്യങ്ങൾക്കകത്തും എല്ലാം നാം കാണുന്നത് ഈ ഗവൺമെൻറ് ആർക്കൊപ്പം എന്ന ചോദ്യത്തിന് ഒരു സംശയവുമില്ല. ഈ ഗവൺമെൻറ്റും ഈ ഗവൺമെൻറ് നേതൃത്വം നൽകുന്ന പാർട്ടിയും നമ്മുടെ അതിജീവിതയായ പെൺകുട്ടിക്കൊപ്പം തന്നെയാണ്. അവർക്ക് എല്ലാ തരത്തിലുള്ള, അവർക്ക് ധാർമ്മികമായ പിന്തുണയും നിയമപരമായ പിന്തുണയും നൽകിക്കൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം മുമ്പോട്ട് പോകുന്നത്. ശരി, സജി നന്ദിയാട്ട്, വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു വിഭാഗമാണ്. തരാം ശ്രീ രാജു, പിന്നെ ഞാൻ വരാം. ശ്രീ സജി നന്ദിയാട്ടിൽ പോയിട്ട് ഞാൻ വരാം. ശ്രീ സജി നന്ദിയാട്ട്, വേട്ടക്കാർക്കൊപ്പം നിലകൊള്ളുന്ന ഒരു സംവിധാനം, ആ സംവിധാനം ഒന്നാകെ ഇപ്പോൾ ദിലീപ് നിരപരാധിയാണ് എന്ന് പറഞ്ഞ് വീണ്ടും ദിലീപിനെ ആനയിച്ചെഴുന്നള്ളിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ, അതിനോടുള്ള വിയോജിപ്പും പ്രതിഷേധവും, അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നതാണ് നീതിയുടെ പക്ഷം എന്ന ബോധ്യവുമാണ് തന്നെ പോലുള്ളവരെ കൊണ്ട് ഇത്തരം നിലപാടുകൾ സ്വീകരിപ്പിക്കുന്നത് എന്നാണ് ശ്രീമതി ഭാഗ്യലക്ഷ്മി പറഞ്ഞത്. ഒരു പക്ഷേ സംഘടനകൾക്കകത്ത് ഇതുപോലെ ഇപ്പോൾ WCCക്ക് ആ തരത്തിലുള്ള നിലപാടുണ്ട്. അതിജീവിതയ്ക്ക് പൂർണ്ണമായ നീതി കിട്ടിയിട്ടില്ല എന്ന ഒരു വലിയ പക്ഷം വിശ്വസിക്കുന്നുണ്ട് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇനി മേൽക്കോടതികളിലേക്ക് പോകാനും അന്തിമ വിധി എന്നത് വരാനിരിക്കുന്നതാണെന്ന് അസഫ് അലി സാറിനെ പോലുള്ള നിയമവിദഗ്ധർ പറഞ്ഞതൊക്കെ താങ്കൾ കേട്ടല്ലോ. ആ ഘട്ടത്തിൽ ഈ ആഘോഷങ്ങൾക്കും ഈ തിരിച്ചുവരവിൻ്റെ ഈ ആഹ്ലാദത്തിനുമൊക്കെ എത്ര ആയുസ്സുണ്ട്, അതിന് എത്ര അർത്ഥമുണ്ട് എന്നൊരു ചോദ്യവും നിലനിൽക്കുന്നുണ്ടോ നിങ്ങളുടെ മുന്നിൽ? അല്ല, അതിനകത്തൊരു കാര്യം ഗോപികൃഷ്ണ, മറുപടി പറയാൻ സമയമില്ല. കാരണം നിങ്ങൾ മറുപടി പറയാൻ വേണ്ടിയിട്ട് ആരോപണം വെച്ചിട്ട് അപ്പോൾ എന്നിലേക്ക് വന്നിരുന്നെങ്കിൽ അത് പെട്ടെന്ന് തീർന്നേനെ. ഈ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ആളുടെ വ്യക്തിപരമായിട്ട് ദിലീപിനുള്ള ഗ്രഡ്ജ് ഈ അവരുടെ സംഭാഷണം കേട്ട എല്ലാ മലയാളിക്കും മനസ്സിലായി. അതിജീവിത എന്ന് പറയുന്ന ഒരു പോളിസി മാറ്റർ അല്ല, അതിജീവിതയെ മുൻനിർത്തി ദിലീപിനോടുള്ള കലിപ്പ് തീർക്കുന്ന ഒരു ഭാഗമാണ്. മനസ്സിലായില്ലേ? കേരളത്തിലെ പൊതുസമൂഹം, ഇന്ത്യ മുഴുവൻ, ഈ രാജ്യത്തിന്റെ നിയമം എന്ന് പറയുന്നത് ഈ കോടതി പുറപ്പെടുവിക്കുന്ന നിയമം എന്തോ അതാ ഇവിടുത്തെ നിയമം. കോടതി പറഞ്ഞു അയാൾ നിരപരാധിയാണെന്ന്. ഹൈക്കോടതിയിൽ ഇപ്പൊ കേസുണ്ടോ? സുപ്രീം കോടതി കേസുണ്ടോ? ശ്രീ ആസിഫ് അലി സാർ ഇന്നലെ മനോരമയിൽ നടത്തിയ ചർച്ചയുണ്ട്. ആ ചർച്ചയുടെ കമന്റ്സ് അദ്ദേഹം കേൾക്കാനും പറയൂ. അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിലുള്ള ബഹുമാനം കുറഞ്ഞു പോവുകയാണ്. അദ്ദേഹം പറയുകയാണ് പൾസസുറിയും ദിലീപും തമ്മിലുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്തു. എവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു? അങ്ങനെ സാർ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഇവിടെ സംഭവിക്കാനുള്ള ദിലീപ് ഇന്നലെ അകത്ത് പോയനെ. പിന്നെ മറ്റൊരു പ്രശ്നം, ഇവിടെ ഒരു രാഷ്ട്രീയ ഇടപെടൽ നടത്തിയിട്ടില്ല. ഞാൻ പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ കുറ്റം പറയില്ല. കാരണം എന്തുകൊണ്ടെന്നറിയോ? ഗവൺമെന്റ് ഇടപെട്ടിട്ടില്ല ഈ കാര്യത്തിൽ. ഗവൺമെന്റ് ഫ്രീ ഹാൻഡ് കൊടുത്തു. പക്ഷേ ഇതിനകത്ത് പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു കളിയുണ്ട്. ആ കളി ഗവൺമെന്റ് മനസ്സിലായില്ല. ഇവിടെ എന്താ പറയാ, ഈ പറഞ്ഞ കോൺസ്പിറസി നടത്തുന്ന ദിലീപ് അല്ല, മറ്റൊരു വ്യക്തിയാണ്. ആ വ്യക്തി ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരുന്നെങ്കിൽ കൃത്യമായി ഈ ആൾക്കാരെ മുഴുവൻ കറക്റ്റായിട്ട് പിടിച്ചേനെ. പക്ഷേ
റോങ് പ്ലേസ്മെന്റാ. ഈ റോങ് പ്ലേസ്മെന്റ് അറിഞ്ഞുകൊണ്ട് നടത്തിയതാണ്. ഇവിടെ പബ്ലിക് പ്രോസിക്യൂട്ടർ എങ്ങനെ കുറ്റം പറയും ഗോപികൃഷ്ണൻ? ഇവിടെ പോലീസ് അന്വേഷിച്ചിട്ടല്ലേ തെളിവുകൾ കൊടുക്കുക? പബ്ലിക് പ്രോസിക്യൂട്ടർ ജോലിയാണോ ഇത് ചെയ്തത്? ഞാൻ അതുകൊണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ കുറ്റം പറയില്ല. 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ച് പോകാനുള്ള കാരണം എന്റെ അനുമാനം, എന്റെ അറിവ് ഇതിൽ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി അവരുടെ പേരുകളേണ്ടെന്ന് ഓർത്ത് മാറി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതല്ലാതെ കേസിനകത്ത് യാതൊരു സക്സസ് റേറ്റ് ഉണ്ടെങ്കിൽ അവരവിടെ നിന്നേനെ. പോലീസ് ജോലി ചെയ്തു കൊടുത്തില്ല. പോലീസ് ഒരു വശം മാത്രം അന്വേഷിച്ചു. കാരണം ദിലീപിനെ പ്രതിയാക്കാൻ വേണ്ടി മാത്രം ഇവിടെ ഫേബ്രിക്കേറ്റുള്ള സ്റ്റോറികൾ ഉണ്ടാക്കി. ഇവിടെ ആസിഫ് അലി സാറ് പറഞ്ഞത് ഒരു മറുപടി പറഞ്ഞോട്ടെ. ഈ ചാനലുകൾ 8 വർഷമായി പബ്ലിക് പ്രോസിക്യൂട്ടറും പോലീസും പറഞ്ഞത് മാത്രമാണ് വന്നുകൊണ്ടിരുന്നത്. മറുവശം പറഞ്ഞിട്ടില്ല. ദിലീപിന് പറയാൻ പറ്റുമോ? ദിലീപ് പ്രതിയാണ്. ദിലീപ് ജാമ്യത്തിൽ നിൽക്കുന്ന ആൾക്ക് കോടതി വന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നത് ജാമ്യത്തിൽ നിൽക്കുന്ന ആൾ എങ്ങനെയാണ് പൊതുസമൂഹത്തോടെന്ന് പറയുന്നത്? അപ്പോൾ നിയമത്തെക്കുറിച്ച് യാതൊരുവിധ അവബോധവുമില്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ സ്വയം എന്താ പറയുന്നത്, എനിക്ക് എന്നോട് തന്നെ ഇത് കേൾക്കുമ്പോൾ ഒരു പുച്ഛം തോന്നിപ്പോവുകയാണ്. എന്താണ് ഈ പറഞ്ഞത്? ജാമ്യത്തിലിരിക്കുന്ന ഒരാൾ കോടതിയുടെ നിബന്ധനകൾ റെസ്ട്രിക്ഷൻസ് നിൽക്കുമ്പോൾ ജനങ്ങളോടൊന്നും പറയണമെന്ന് പറയുന്നത് എത്രമാത്രം നിയമത്തോടുള്ള നിയമത്തിന്റെ അജ്ഞതയാണ് വെളിവാക്കുന്നത്. അതുകൊണ്ട് ഇത് പേഴ്സണൽ ഗ്രഡ്ജാണ്. ദിലീപ് നിരപരാധിയാണ് കോടതി പറയുമ്പോൾ തികച്ചും നിരപരാധിയാണ്. അത് നമുക്ക് മനസ്സിലായി. പക്ഷേ വെർഡിക്റ്റ് വരുമ്പോ ഓരോ സെന്റൻസ് ബൈ സെന്റൻസ്, ഇഞ്ച് ബൈ ഇഞ്ച് നമുക്ക് സംസാരിക്കാം. പിന്നെ രാഷ്ട്രീയം ഇതിന് കണ്ടെത്തേണ്ട പ്രധാന പ്രശ്നം എന്താണെന്നറിയോ? ഞങ്ങൾ സ്ത്രീപക്ഷത്താണെന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാനുള്ള തന്ത്രമാണ്. ഇത് രാഷ്ട്രീയത്തിന് വോട്ട് പിടിക്കാനുള്ള വേദിയായി മാറ്റുമ്പോഴാണ് ഇത് കലുഷിതമാകുന്നത്. ഗോപികൃഷ്ണൻ, ശരി, ഞാൻ ഇടവേള എടുക്കുന്നു. ശ്രീ രാജു പി നായർ, ഞാൻ വരാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ രാജു പി നായർ, താങ്കൾക്ക് പറയാം മറുപടി. ഒന്ന് ആദ്യം ശ്രീ നന്ദ്യാട്ടിനുള്ള മറുപടി എന്ന് വെച്ചാൽ, ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകർ സ്ത്രീകൾക്കൊപ്പം തന്നെയാണ്, അതിജീവിതക്കൊപ്പം തന്നെയാണ്. അത് വലിയ തന്നെയല്ലേ. ഞങ്ങളെ സംബന്ധിച്ചോളം ആക്രമിക്കപ്പെടുന്ന സ്ത്രീകളുടെ മൊഴികൾക്ക് എവിഡൻഷ്യൽ വാല്യൂ കൊടുത്ത് അവരെ അതിജീവിത എന്നുള്ള അവർക്ക് ഏറ്റവും വലിയ നിയമപരമായ സംരക്ഷണം കൊടുക്കാൻ നിയമം ഉണ്ടാക്കിയവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം അത് കമ്മിറ്റ്മെന്റ് ആണ്. ഞങ്ങൾ ഒരിക്കലും വട്ടിയൂർക്കാവ് അജിത്തിൻ്റെയോ രാഹുൽ ഈശ്വറിൻ്റെയോ ടീമിൽ പെട്ടവരല്ല. അതുള്ളവർ അങ്ങനെ ചിന്തിച്ചാൽ മതി. രണ്ടാമത്തെ കാര്യം, ശ്രീമതി ചിന്താ ജെറോം, ഞാൻ കോടിയേരി ബാലകൃഷ്ണനും അതുപോലെ തന്നെ ആന്റണി രാജുവും പിന്നെ നമ്മുടെ EP ജയരാജനും ഈ നടിയുടെ അല്ലെങ്കിൽ ഈ അതിജീവിതയുടെ പരാതിയെ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ്, രാഷ്ട്രീയമായ ദുഷ്ടലാക്കോടെയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം നിശ്ചയിച്ചില്ല. അതുകൊണ്ട് അത് നിലപാടായിട്ട് തന്നെ അവരുടെ ഒരു ഇതായിട്ട് തന്നെ നടത്തിക്കട്ടെ. അടൂർ പ്രകാശിനെ കുറിച്ച് പറയുമ്പോൾ അതുകൂടി പറയണം. പിന്നെ രണ്ടാമത്തെ കാര്യം അവർ പറഞ്ഞത്, ഞാൻ ഇത് വായിച്ചു നോക്കിയില്ല, സ്റ്റേറ്റ്മെന്റ് വായിക്കുന്നതിന് മുമ്പ് അത് പറഞ്ഞതാണ്. ഞാൻ സ്റ്റേറ്റ്മെന്റ് വായിച്ചതിൻ്റെ അല്ല പറയുന്നത്. നോക്കൂ, അതിജീവിത 2022 ഹൈക്കോടതിയിൽ പോയപ്പോൾ അവരുടെ കംപ്ലൈന്റിനകത്ത് ഒരു ഭാഗം ഞാൻ വായിക്കാം. ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് to influence the politicians in the ruling alliance to end the case. It is an attempt to influence the politicians in the ruling alliance to end the case. Despite the evidence that accused actor Dileep's lawyers were trying to influence witnesses, but they were excluded from the investigation by the probe team. It was informed that a move was being made to end the case in a hurry. This raises the question of whether this will lead to denial of justice. 2022 ഈ സർക്കാരിന്റെ അന്വേഷണത്തിൽ അട്ടിമറികൾ നടക്കുന്നു എന്നുള്ളതും കേസ് അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഭരണകക്ഷിയിൽപ്പെട്ട നേതാക്കളുമായി ഗൂഢാലോചന നടത്തി നടക്കുന്നതും, അതുകൊണ്ട് എനിക്ക് നീതി നിഷേധിക്കപ്പെടും എന്ന് 2022 ഈ അതിജീവിത പറഞ്ഞാണ്. അവരുടെ സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾക്കെതിരെയുള്ള കുറ്റപത്രം. നിങ്ങൾക്കെതിരെയുള്ള കുറ്റപത്രം അതിജീവിത 2022 ഹൈക്കോടതിയിൽ ഈ കേസ് അട്ടിമറിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന് പുതിയ കേസിന്റെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കേണ്ട കാര്യമില്ല. അപ്പോ നിങ്ങൾ ഇതിന് ഒറ്റ മറുപടി ചിന്ത പെട്ടെന്ന്. അല്ല, സമയം അവസാനിച്ച നിമിഷത്തിൽ ഒറ്റ മറുപടി എന്ന് പറയേണ്ടതല്ല. അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായും അസത്യമാണ്. ഒരു അസത്യ പ്രചരണത്തിലൂടെ ഈ ചർച്ച അവസാനിക്കരുതെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് മുഴുവിപ്പിക്കാൻ സമയം തരണം. ഇതിന്റെ കാരണം എന്താണ് അതിജീവിതയ്ക്ക് ഈ സർക്കാരിനോടുള്ള അഭിപ്രായം, അതിജീവിതയുടെ നിലപാട് എന്താണെന്ന് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം പുറത്തിറങ്ങി മാധ്യമങ്ങൾക്ക് അത് ടെലികാസ്റ്റ് ചെയ്യാം. അതെ, ഈ കാര്യത്തിൽ സർക്കാരിന്റെ നിലപാടുകളെ സംശയിക്കുന്ന എന്ത് പൊസിഷൻ അവരെടുത്തിട്ടുള്ളത്? അല്ല, അതല്ലേ പറഞ്ഞത്. ഹൈക്കോടതിയിലെ അഫിഡവിറ്റിൽ അവരുടെ കംപ്ലൈന്റിൽ പറഞ്ഞിരിക്കുകയാണ്, ഭരണത്തിലിരിക്കുന്ന സർക്കാരിന്റെ
നേതാക്കന്മാരുമായി ചേർന്ന് അല്ല, നേതാക്കന്മാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, അതായത് അതിൽ ചിലരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്ന ആശങ്കയായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അവരെ ചിലരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്ന ആശങ്ക. It is an attempt to influence the politicians in the ruling alliance to end the case. അവർ അതിനുശേഷം പറയാ this raises the question whether this ഏതായാലും ഈ കാര്യത്തിൽ സമയം അവസാനിച്ചുകൊണ്ടാണ്. ഏതായാലും ഈ കാര്യത്തിൽ സർക്കാർ വിധിപ്പകർപ്പ് കിട്ടിയ ശേഷം അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കാൻ പാകത്തിലുള്ള നിയമ നടപടികൾ എടുക്കുമെന്ന ഉറപ്പ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നിയമമന്ത്രി പി രാജീവും ഇന്നലെ പറഞ്ഞത് ഈ കാര്യത്തിൽ അതിജീവിതയ്ക്ക് നീതി പൂർണ്ണമായി ലഭിച്ചിട്ടില്ല എന്ന നിലപാടാണെന്നും സർക്കാർ അതിജീവിതയ്ക്കൊപ്പം നിൽക്കും എന്ന അവരുടെ നിലപാട് ആവർത്തിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വിധിപ്പകർപ്പ് ലഭിക്കാൻ പോകുന്നത് 12-ാം തീയതിയാണ്. ശിക്ഷാവിധിക്കൊപ്പമായിരിക്കും ഈ കേസിലെ വിധിപ്പകർപ്പ് വരിക. അതുകൊണ്ട് ആ കാര്യത്തിൽ അതിനുശേഷം എടുക്കുന്ന സർക്കാർ നിലപാടുകൾ നിയമപരമായി ഇനിയുള്ള തുടർ നടപടികൾ എന്തായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം. നമസ്കാരം.